ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ വിവിധതരം യജ്ഞങ്ങളെ നിരൂപണം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സർവത്തിലും ബ്രഹ്മാത്മദൃഷ്ടിയുറച്ച ഒരു വിജ്ഞാനിയുടെ സർവകർമ്മങ്ങൾക്കും ഉപരിയുള്ള സ്വരൂപസ്ഥിതിയെ വർണ്ണിച്ചു. ബ്രഹ്മാർപ്പണം, ബ്രഹ്മാവി എന്ന് തുടങ്ങിയിട്ട് അതിനുശേഷം വിവിധ പ്രകാരത്തിൽപ്പെട്ട യജ്ഞങ്ങളെ അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ച് സ്വഭാവവിശേഷത്തിനനുസരിച്ച് വ്യത്യസ്ത വ്യക്തികൾക്ക് സ്വീകരിക്കാൻ വേണ്ടി വിവിധ യജ്ഞങ്ങളെ വർണ്ണിക്കുകയാണ്. ആ കൂട്ടത്തിൽ ദൈവയജ്ഞത്തെ പറഞ്ഞു, ബ്രഹ്മാഗ്നിയിൽ യജ്ഞനിർവഹണം ചെയ്യുന്നതിനെ പറഞ്ഞു, സംയമഗ്നിയിൽ ഇന്ദ്രിയങ്ങളെ ഹോമിക്കുന്നത് പറഞ്ഞു, ഇന്ദ്രിയാഗ്നിയിൽ വിഷയങ്ങളെ ഹോമിക്കുന്നത് പറഞ്ഞു, സർവ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും ആത്മസംയമമാകുന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നതിനെ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പല പ്രകാരത്തിൽപ്പെട്ട യജ്ഞങ്ങൾ വർണ്ണിക്കപ്പെടുന്നു. ഓരോ വ്യക്തിക്കും ഏതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ, ഏതിനെ അനുഷ്ഠിക്കുന്നത് സുഗമമാണോ അഥവാ സുകരമാണോ അത് സ്വീകരിക്കാം, അനുഷ്ഠിക്കാം. ഏതായാലും ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ. വിവിധ യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്നുണ്ട്. ഇനിയും പലവിധ യജ്ഞങ്ങളെ പറയുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ വിവിധ യജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. ദ്രവ്യയജ്ഞാഃ എന്ന് പറഞ്ഞാൽ ദ്രവ്യയജ്ഞം ചെയ്യുന്നവർ.
ഇതുവരെ പറഞ്ഞത് യജ്ഞങ്ങളെക്കുറിച്ചാണ്. ഇപ്പം ഈ ശ്ലോകത്തിൽ പറയുന്നത് യജ്ഞങ്ങളെക്കുറിച്ചല്ല, യജ്ഞ നിർവഹണം ചെയ്യുന്നവരെ കുറിച്ചാണ്. തപോയജ്ഞാഹ, തപോയജ്ഞം ചെയ്യുന്നവർ. യോഗയജ്ഞാഹ, യോഗയജ്ഞം ചെയ്യുന്നവർ. തഥാപരെ, അതുപോലെ വേറെ ചിലർ. സ്വാധ്യായ ജ്ഞാനയജ്ഞാഹ, സ്വാധ്യായയജ്ഞാഹ, സ്വാധ്യായയജ്ഞം ചെയ്യുന്നവർ, ജ്ഞാനയജ്ഞം ചെയ്യുന്നവർ. ഇങ്ങനെ പല പല യതയഹ, യതികൾ, യമം ചെയ്യുന്നവർ. എങ്ങനെയുള്ളവരവരൊക്കെ? സംശിതവ്രതാഹ, സംശിതവ്രതന്മാർ. സംശിതമായ, സമ്യക്, നല്ലപോലെ ശിതമായ, തീക്ഷ്ണമാക്കിയ വ്രതത്തോടു കൂടിയവർ. ഇങ്ങനെ വിവിധ യജ്ഞങ്ങൾ നിർവഹിക്കുന്നവരെ പ്രശംസിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. ഓരോന്നോരോന്നായി നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ പറയുന്നത് ദ്രവ്യയജ്ഞാഹ എന്നാണ്. അപ്പം ദ്രവ്യയജ്ഞം ചെയ്യുന്നവർ. എന്താണ് ദ്രവ്യയജ്ഞം ചെയ്യുന്നവർ? പല രീതിയിൽ അർത്ഥം പറയാം. അഗ്നിയിൽ വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളോടുകൂടെ വിശിഷ്ട ദേവതകളെ ഉദ്ദേശിച്ച് പ്രത്യേകം പ്രത്യേകം ദ്രവ്യ സമർപ്പണം, ഹവിരർപ്പണം ചെയ്യുന്നവർ ദ്രവ്യയജ്ഞാഹ. അഥവാ ഈശ്വരോപാസനാപരമായ ഭാവത്തോടുകൂടി ദ്രവ്യത്തെ, ധനത്തെ യജ്ഞമായി വിനിയോഗിക്കുന്നവർ. വിവിധങ്ങളായ സേവാപ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നവർ. തൻ്റെ ദ്രവ്യത്തെ യജ്ഞഭാവനയിൽ വിനിയോഗിക്കുന്നവർ. ഇവരൊക്കെയാവാം. അപ്പം വിവിധങ്ങളായ ദ്രവ്യങ്ങളെ ദേവതാർപ്പണ ഭാവത്തോടുകൂടി മന്ത്രപൂർവം അഗ്നിയിൽ സമർപ്പിക്കുന്നവർ ദ്രവ്യയജ്ഞ. യജ്ഞങ്ങൾ, യാഗങ്ങൾ, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ദ്രവ്യത്തെ, ധനത്തെ യജ്ഞമായി വിനിയോഗിക്കുന്നവർ അവരും ദ്രവ്യയജ്ഞ. അപ്പം ദ്രവ്യയജ്ഞന്മാർ എന്നർത്ഥം. തപോയജ്ഞാഹ, തപസ്സാകുന്ന യജ്ഞം ചെയ്യുന്നവർ. തപസ് എന്ന് പറയുമ്പോൾ അവിടെ തപസ് അഥവാ ദ്രവ്യയജ്ഞം, തപോയജ്ഞം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ യജ്ഞശബ്ദത്തെ ഒന്ന് പരിചയപ്പെടണം. ധാത്വർത്ഥം നോക്കിക്കഴിഞ്ഞാൽ യജ്, ദേവപൂജ, വിധി, സംഗതികരണ, ദാനേഷു എന്നാണ് ധാതു. ഇപ്പം ദേവപൂജ, അതുമായി ബന്ധപ്പെട്ട വിധികൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഗതികളും ദാനങ്ങളും, ചുരുക്കി പറഞ്ഞാൽ ദേവപൂജയുമായി ബന്ധപ്പെട്ടതാണ് യജ്ഞം. എന്താ താത്പര്യം? ദേവപൂജയിലുടനീളം ഇതെനിക്കല്ല, ഇതെൻ്റെതല്ല എന്ന മനോഭാവമാണ് വളർത്തപ്പെടുന്നത്. ന ഇദം മമ, ഇദം ന മമ, ഇതെൻ്റെതല്ല, ഇതെനിക്കല്ല. അവിടെ സമർപ്പണമാണ്. ഇപ്പം സമർപ്പണ ഭാവത്തെ നമ്മളിൽ വളർത്തുന്ന അഥവാ സമർപ്പണ ഭാവത്തോടുകൂടി നാം ചെയ്യുന്ന ദേവപൂജാപരമായ എല്ലാ കർമ്മങ്ങളെയും യജ്ഞങ്ങൾ എന്ന് പറയാം. എല്ലാ കർമ്മങ്ങളെയും. അത് സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളാവട്ടെ, അഗ്നിഹോത്രാദി കർമ്മങ്ങളാവട്ടെ,
അഗ്നിഹോത്രത്തിൽ തന്നെ ശ്രൗതമോ സ്മാർത്തമോ ആകട്ടെ, ശ്രുതിവിഹിതമായ അഗ്നിഹോത്ര കർമ്മങ്ങൾ, സ്മൃതിയുക്തമായ അഗ്നിഹോത്ര കർമ്മങ്ങൾ ഒക്കെ ഉണ്ട്. ഒക്കെ യജ്ഞങ്ങളാണ്. ഈ സമാജത്തിൽ ഏതൊരു സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ യജ്ഞമാണ്. യജ്ഞം വളരെ വിപുലമായ അർത്ഥമാണ് ഈ യജ്ഞശബ്ദത്തിന്. ഏതൊരു കർമ്മത്തെയും യജ്ഞഭാവനയിൽ നമുക്ക് നിർവഹിക്കാം. യജ്ഞഭാവന നമ്മളിലുണ്ടെങ്കിൽ അത് യജ്ഞമായി തീരും. യജ്ഞഭാവന ഇല്ലെങ്കിൽ യജ്ഞം എന്ന് പേരിട്ട് വിളിച്ചാലും അത് യജ്ഞമാവില്ല. ഭാവനയാണ് ഒന്നിനെ യജ്ഞമാക്കി തീർക്കുന്നത്. അപ്പോൾ യജ്ഞഭാവനയിൽ ദ്രവ്യ വിനിയോഗം ചെയ്താൽ ദ്രവ്യയജ്ഞം, തീർത്തും യജ്ഞമായി തപസ് ചെയ്താൽ അത് തപോയജ്ഞം. അഥവാ തപസ് തന്നെ യജ്ഞമായവർ, തപസ്സിൽ നിന്ന് ഭിന്നമായിട്ടൊരു യജ്ഞം അവർക്കില്ല. തപസ് തന്നെയാണ് യജ്ഞം. വളരെ വികലമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു ശബ്ദമാണ് തപസ്സെന്നുള്ളത്. തപസ്സെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ, കൊച്ചു കുട്ടികളാവുമ്പോൾ ചിത്രകഥകളും മറ്റും വായിച്ചും, അല്ലെങ്കിൽ വല്ല നാടകങ്ങളോ സിനിമകളോ ഒക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയ ചിത്രങ്ങളുണ്ടാവും. തപസ്വി എന്നൊക്കെ പറയുമ്പോൾ, സാധു, തപസ്വി എന്നൊക്കെ പറയുമ്പോൾ വളരെ വികലങ്ങളായ കുറേ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. എന്തായാലും കാവ്യം എടുക്കണം. പിന്നെ തപസ്സിന് എന്ത് വേണം? നീണ്ട താടി വേണം. തലമുടി ഇങ്ങനെ മുകളിൽ കെട്ടിവെച്ചാൽ നന്നായി. ഇനി മെലിയാൻ കഴിയാത്തത്ര മെലിയണം. ഒരു വടീൻ്റെ മുകളിൽ കൈ വെക്കണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു പുഴയുടെ തീരമായാൽ നന്നായി. ഇങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങൾ നമ്മളിൽ വരും. അത്തരമൊരു ചിത്രം സൂക്ഷിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ല തപസ്സെന്നും ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറി എവിടെയോ ഒരു മൂലയ്ക്ക് കഴിയുന്നവർക്കുള്ളതാണ് തപസ്സെന്നും നമുക്ക് തോന്നും. അവിടെയാണ് തെറ്റ്. എല്ലാവരുടെ ജീവിതത്തിലും തപസ് അനിവാര്യമാണ്. ഒരു വിദ്യാർത്ഥി തപസ്വിയായിരിക്കണം. ഒരു ഗൃഹസ്ഥൻ തപസ്വിയായിരിക്കണം. ഒരു വാനപ്രസ്ഥൻ തപസ്വിയായിരിക്കണം. ഒരു സന്യാസി തപസ്വിയായിരിക്കണം. എല്ലാവരുടെ ജീവിതത്തിലും തപസ്സുണ്ട്. ഏറ്റവും പ്രാഥമിക തലത്തിൽ തപസ്സെന്ന് പറയുമ്പോൾ മനസ്സേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപഃ എന്ന് പറയാം. വ്യാസഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരും. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതാ സമ്പാദനമാണ് തപസ്. അപ്പം മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഏകാഗ്രത നേടാനായിക്കൊണ്ടുള്ള എല്ലാ പരിശ്രമവും ജീവിതക്രമവും തപസ്സാണ്. ഇനി തപസ്സിനെ തന്നെ നമുക്ക് ശാരീരികം, വാചികം, മാനസികം എന്ന് വിഭജിക്കാം. വിസ്തരിക്കാൻ പോകുന്നില്ല. വിസ്തരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വളരെ സമയം പിടിക്കും. എങ്കിലും വളരെ സംക്ഷിപ്തമായി പറയട്ടെ. ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്, അതാണ് ശാരീരം. അതെന്താണ്? ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസ ച ശാരീരം തപ ഉച്യത്തെ. ദേവപൂജനം, ദ്വിജപൂജനം, ഗുരുപൂജനം, പ്രാജ്ഞപൂജനം. ഇപ്പം ജീവിതത്തിൽ ദിവസവും ദേവന്മാരെ പൂജിക്കുക, ദേവതകളെ പൂജിക്കുക, ദ്വിജന്മാരെ പൂജിക്കുക. ദ്വിജന്മാരെന്ന് പറയുമ്പോൾ ദ്വിതീയ ജന്മം ലഭിച്ചവർ, രണ്ടാമത് ജനിച്ചവർ.
അമ്മയിൽ നിന്ന് നമ്മളെല്ലാം ജനിച്ചു. അനന്തരം ജീവിതത്തിൽ ചെയ്യുന്ന തപസ് കൊണ്ടും ഉപാസന കൊണ്ടും, നിരന്തരമായ തപസ്, ഉപാസന എന്നിവ കൊണ്ട് രണ്ടാമതൊരു ജന്മത്തെ നേടിയവർ, നവീനമായൊരു സംസ്കൃത ജന്മത്തെ നേടിയവർ, അവരാണ് ദ്വിജന്മാർ. ഇപ്പം ദ്വിജന്മാരെ പൂജിക്കുക, ഗുരുവെ പൂജിക്കുക. ഗുരു ശബ്ദത്തിന് സാമാന്യമായി അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആളെന്ന് പറയാം, വ്യക്തമായി ഉപദേശിക്കുന്ന ആളെന്ന് പറയാം. ഗൃണ് വ്യക്തായാം വാചി, വ്യക്തമായി പറഞ്ഞു തരിക, വ്യക്തമായി ഉപദേശം തരുന്നവൻ. അങ്ങനെ അജ്ഞാനാന്ധകാരത്തിനുപരി നമ്മളെ ഉയർത്തുന്നവൻ. ഇനി സാമാന്യമായി ധർമ്മശാസ്ത്രങ്ങളിലേക്ക് ഗുരുശബ്ദം അന്വേഷിച്ചു പോയാൽ 3 പേരെയാണ് ഗുരുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. 1 അമ്മ, 2 അച്ഛൻ, 3 ആചാര്യൻ. അപ്പം അമ്മയും അച്ഛനും ആചാര്യനും ഗുരുവാണ്. അവരിൽ അമ്മയ്ക്ക് ഗൗരവം ഏറ്റവും കൂടുതലാണ്. ശ്രദ്ധിക്കുക, അമ്മ, അച്ഛൻ, ആചാര്യൻ, അത് ഗുരുവാണ്. അപ്പോൾ ഗുരുജനങ്ങളെ പൂജിക്കുക. ഗുരുജനങ്ങളെ അഥവാ ഗുരുവെ പൂജിക്കുന്നത് ഒരിക്കലും പ്രാജ്ഞനെ പൂജിക്കാതിരിക്കാൻ കാരണമല്ല. എല്ലാ പ്രാജ്ഞന്മാരെയും ബഹുമാനിക്കണം, പ്രാജ്ഞന്മാരെ ജീവിതത്തിൽ പൂജിക്കണം. അത് നമ്മുടെ സംസ്കാരമാണ്, അത് നമ്മുടെ പാരമ്പര്യമാണ്. പ്രാജ്ഞൻ എന്നാൽ വിദ്വാൻ, വിദ്വാൻമാരെ പൂജിക്കണം. ഏത് ചക്രവർത്തി സാർവഭൗമനും നിസ്വനായ വിദ്വാനെ പൂജിച്ചതാണ് ഭാരതീയ പൈതൃകം. അതാണ് നമ്മുടെ സംസ്കാരം. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. ശൗചം, ശൗചം, ശുദ്ധി പാലിക്കുക. ശുദ്ധി, ശുദ്ധിക്ക് പല തലങ്ങളുണ്ട്. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി എന്നൊക്കെ പറയാം. ഇത് ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സായതുകൊണ്ട് ശരീര സംബന്ധമായ ശുദ്ധി. ഇനി ശൗചത്തിന് വളരെ ശ്രദ്ധേയമായൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീത ഭാഷ്യത്തിൽ. പറഞ്ഞത് പാലിക്കുന്നവരാരോ അവർ ശുചികൾ എന്ന്. പറഞ്ഞത് പാലിക്കുക, വാക്ക് പാലിക്കുന്നവർ ശുചി. അതിരിക്കട്ടെ, ഇവിടെ സ്ഥൂല ശരീരത്തിൻ്റെ തപസ്സായതുകൊണ്ട് ശാരീരികമായ ശുദ്ധി പാലിക്കുക. ആർജവം, നേരെ വാ നേരെ പോന്നുള്ള വ്യവഹാരം, ഋജു സ്വഭാവം, വക്രത കുടിലത ഇല്ലാതെ ജീവിക്കുക. ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം പാലിക്കുക. ബ്രഹ്മചര്യത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ഏറ്റവും ഉയർന്നർത്ഥം അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധത്തിൽ, ബ്രഹ്മാത്മബോധത്തിൽ വിരാജിക്കുന്നതാണ് ഉയർന്ന തലത്തിൽ ബ്രഹ്മചര്യം. ഒന്നിറങ്ങി വന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ, വേദത്തെ പഠിക്കുക. ഒന്നും കൂടി ഇറങ്ങി വന്ന് പറഞ്ഞാൽ അതിനുതകുന്ന ജീവിതക്രമം പാലിച്ചുകൊണ്ട് ഗുരുനാഥനെ സേവിച്ച് കഴിയുക. ഒന്നും കൂടി ഇറങ്ങി വന്നാൽ അതിന് യോജിക്കും വിധത്തിൽ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക. ഒന്നും കൂടി ഇറങ്ങി വന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷാദി ഭേദകൽപ്പനയിലുള്ള വ്യവഹാരങ്ങളെ മാറ്റി നിർത്തി ജീവിക്കുക. ഇങ്ങനെ അനേക തലങ്ങൾ ബ്രഹ്മചര്യത്തിനുണ്ട്. അതിൽ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച്, ആണുങ്ങളെ സംബന്ധിച്ച് വീര്യ സംരക്ഷണം എന്നൊരു ബ്രഹ്മചര്യം കൂടിയുണ്ട്. ആ ബ്രഹ്മചര്യം സ്ത്രീകൾക്കില്ല. ബാക്കി എല്ലാ ബ്രഹ്മചര്യം എല്ലാവർക്കും തുല്യമാണ്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അഹിംസാച്ച, അഹിംസയും
ഒരു ജന്തുവേയും ഉപദ്രവിക്കാതിരിക്കുക, മറ്റൊന്നിനെ ദ്രോഹിക്കണമെന്ന സങ്കല്പത്തോടുകൂടി ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഇത്രയുമായാൽ അത് ശരീരം കൊണ്ടുള്ള തപസ്സായി. താത്പര്യം 1/3 തപസ്സായി. അപ്പം പിന്നെ വാക്കുകൊണ്ടുള്ള തപസ്സോ? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ. അനുദ്വേഗകരം വാക്യം, ഉദ്വേഗമുണ്ടാക്കാത്ത വാക്കുകളെ പറയുക. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ഞെട്ടൽ. ഉദ്വേഗം, ഞെട്ടുക, മുകളിലേക്കൊരു വേഗം ഉണ്ടാവുക, അതാ ഞെട്ടുക. അപ്പം ഞെട്ടലുണ്ടാക്കുന്ന വാക്കാണ് ഉദ്വേഗകരമായ വാക്യം. അനുദ്വേഗകരം വാക്യം ഞെട്ടലുണ്ടാക്കാത്ത വാക്കുകളെ മാത്രം പറയുക. പലരും വാ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാവും, എന്താണാവോ പറയാൻ പോണ, ഞെട്ടലുണ്ടാക്കണ വാക്ക്. അങ്ങനെ പറയാതിരിക്കുക. സത്യം പ്രിയഹിതം ചെയ്യത്. ഇനി പറയുന്നതോ, ചിലർ വളരെ സൗമ്യമായി ശാന്തമായി പറയും, നല്ല മധുകൂർന്ന വാക്കുകളായിരിക്കും പറയുന്നത്, പക്ഷെ പറയുന്നതൊക്കെ കള്ളായിരിക്കും. അത് പറ്റില്ല. സത്യമായിരിക്കണം പറയുന്നത്. പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയതേ പറയാവൂ. സത്യമെന്ന് തനിക്ക് ബോധ്യമുള്ളതേ പറയാവൂ. സത്യം ആ പറയുന്നത് പ്രിയവും ഹിതവുമായിരിക്കണം. ഇവിടെ പരീക്ഷ വളരെ ഗൗരവമുള്ള പരീക്ഷയാണ്. കാരണം പ്രിയമായിട്ട് പറയണം, അത് ഹിതവുമായിരിക്കണം. കാരണം ഹിതം പലപ്പോഴും പ്രിയമാവില്ല, പ്രിയം പലപ്പോഴും ഹിതവുമാവില്ല. അപ്പോൾ ഹിതവും പ്രിയവും തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ നമ്മൾ ഹിതത്തെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പം ഇവിടെ തപസ് എന്നുള്ളതിൽ പറയുകയാണ് പ്രിയവും ഹിതവുമായ സത്യം പറയുക, അഥവാ പ്രിയവും ഹിതവുമായ രീതിയിൽ സത്യത്തെ ഉദ്വേഗമുണ്ടാക്കാത്ത രീതിയിൽ പറയുക. അപ്പം ഇത്രയും ശ്രദ്ധിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാക്കുകൾ വളരെ കുറയും. ഇപ്പം നമ്മൾ പറയണതിൻ്റെ ഒരു 10-1 വാക്കേ ഉണ്ടാവുള്ളൂ. കാരണം ഇത്രയും പരീക്ഷ ചെയ്യണേ. ഒന്ന്, പറയുന്നത് ഉദ്വേഗമുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം, ഞെട്ടിപ്പിക്കാത്ത രീതിയിലായിരിക്കണം. പക്ഷെ വളരെ സൗമ്യമായി സ്നേഹമസൃണമായിട്ട് സംസാരിക്കണം. പറയുന്നത് സത്യമായിരിക്കണം. പറയുന്ന ഭാഷ പ്രിയവും ഹിതവുമായിരിക്കണം. തപസ്സായി, വാക്കുകൊണ്ടുള്ള തപസ്. ഇതൊക്കെ കൂടി പരീക്ഷിച്ചിട്ട് നമുക്ക് ലോകത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് കുറച്ച് വിഷമം തന്നെയാണ്. ഇതൊക്കെ കൂടി ഒക്കണച്ചാൽ കുറച്ച് വിഷമമാണ്. അപ്പം പിന്നെ ആകെ മിണ്ടാതിരിക്കലേ വഴിയുള്ളൂ. ഇതെല്ലാം കൂടി യോജിക്കണം വെച്ചാൽ മിണ്ടാതിരിക്കണം. പക്ഷെ ഒരു കാരണവശാൽ അസത്യം പറയരുത്, അത് നമുക്ക് ഉറപ്പിക്കാം. അസത്യം പറയരുത്, അത് നമ്മുടെയൊക്കെ വ്രതമായിരിക്കണം. ഞാൻ അസത്യം പറയില്ല, പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയതേ പറയൂ, അത് ഉറക്കണം. സ്വാധ്യായാഭ്യസനം ചൈവ. അഭ്യസനം എന്ന് പറഞ്ഞാൽ ആവർത്തനം, ആവർത്തിച്ച് സ്വാധ്യായം ചെയ്യുക. ഇപ്പം സ്വാധ്യായത്തെ ആവർത്തിച്ച് ചെയ്യുക. സ്വന്തം ധർമ്മശാസ്ത്രങ്ങളെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത് സ്വാധ്യായമാണ്. അതുപോലെ പ്രണവം തുടങ്ങിയ മന്ത്രങ്ങളെ ജപിക്കുന്നത് സ്വാധ്യായമാണ്. ഞാൻ അനേക അർത്ഥങ്ങളുണ്ട് സ്വാധ്യായത്തിന്. ഇപ്പം ധർമ്മശാസ്ത്ര പഠനം, വേദാന്ത പഠനം, സ്വസ്വരൂപം എന്തെന്നുള്ള പഠനം ഒക്കെ സ്വാധ്യായമാണ്. ആര് ഞാൻ എന്നുള്ള അനുസന്ധാനം അഭ്യസിക്കുക, ആവർത്തിക്കുക. ഇതൊക്കെ വാക്കുകൊണ്ടുള്ള തപസ്സാണ്. അപ്പോൾ അത് രണ്ടും ചെയ്താൽ തപസ്സിൻ്റെ 2/3 ഇനിയുണ്ട് തപസ് മനസ്സുകൊണ്ടുള്ള തപസ്.
എന്താ മനസ്സുകൊണ്ടുള്ള തപസ്? മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. മനഃപ്രസാദം, മനസ്സിൻ്റെ പ്രസാദം ഉണ്ടാവുക. മനസ്സെപ്പോഴും പ്രസന്നമായിരിക്കുക. അഴുക്കുകൾ മാലിന്യങ്ങൾ വന്ന് നിറയാതെ മനസ്സിനെ പ്രസന്നമാക്കി വയ്ക്കുക. അതിന് വലിയ പണിയൊന്നുമില്ല. ഈ കുശുമ്പ് നിറയ്ക്കാണ്ടിരുന്നാൽ മതി, ഇല്ലേ? ഇന്നാളെ ഒരാൾ ചോദിച്ചു, സ്വാമി കുശുമ്പ് എന്താന്ന്? അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, എന്താ ഇപ്പോൾ കുശുമ്പ് എന്ന്. എന്താ കുശുമ്പ് നമുക്കൊക്കെ അറിയാം, വാക്കുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കൊക്കെ അറിയാം എന്താ കുശുമ്പ് എന്ന്. ഇപ്പോൾ കുശുമ്പ് ഇല്ലാണ്ടിരുന്നാൽ മതി. അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള ചിത്തദോഷങ്ങൾ നിറയ്ക്കാതിരുന്നാൽ നമ്മുടെയൊക്കെ മനസ്സ് പ്രസന്നം തന്നെയാണ്. വരുന്നതിനെ അപേക്ഷിക്കുക, പോണേനെ ഉപേക്ഷിക്കുക, എന്നാൽ മനസ്സ് പ്രസന്നവും. നമ്മൾ വേണ്ടാണ്ട് കലക്കുക മനസ്സിനെ, അല്ലെങ്കിൽ മനസ്സ് സ്വതവേ പ്രസന്നം തന്നെയാണ്. അപ്പോൾ മനഃപ്രസാദം ഉണ്ടാവുക. അഴുക്ക് നിറഞ്ഞ ശേഷം നമ്മളെ വീടോ മുറിയോ വസ്തുക്കളോ വൃത്തിയാക്കാൻ നോക്കിയാൽ വിഷമമാണ്. ദിവസം അടിച്ചു വാരി തുടച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ദിവസവും മനഃശുദ്ധിക്കായിട്ടുള്ള വിചാരം ചെയ്യുക. നാമജപം ഏറ്റവും ഉത്തമമാണ്. പ്രതിപക്ഷ ഭാവനയോടുകൂടി നിരന്തരം വിചാരം ചെയ്യാം. ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക. മനഃപ്രസാദം ഉണ്ടാവും. സൗമ്യത്വം, സൗമ്യഭാവം, ഈ മനഃപ്രസാദം മുഖത്ത് പ്രതിഫലിക്കും. ഒരാളുടെ മനഃപ്രസാദം മുഖത്ത് പ്രതിഫലിക്കും. സൗമ്യഭാവം ഉണ്ടാവും. കാണാൻ കൊള്ളാവുന്നൊരു ഭാവം ഉണ്ടാവും. കാഴ്ചയ്ക്ക് അതിനൊരു പ്രിയമുണ്ടാവും. അതാണ് സൗമ്യത്വം. ഈ സൗമ്യത്വം പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഉപനിഷത്തുക്കൾ എത്രയാ? 1180 ഉപനിഷത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു 100 ചില്ലാൻ ഉപനിഷത്തുക്കൾ, 200 ചോടെ ഉപനിഷത്തുക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ 108, അത് 108 കിട്ടിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ 108 ഉപനിഷത്തുക്കളും പഠിക്കുമ്പോൾ അതിലേറ്റവും അധികം ശിഷ്യനെ ഗുരു സംബോധന ചെയ്യുന്ന പേര് സൗമ്യ, സൗമ്യ എന്നാണ്. ചിലയിടത്ത് സൗമ്യ എന്നാണ്, ചിലയിടത്ത് സൗമ്യ എന്നാണ്. ഏറ്റവും അധികം പറയപ്പെട്ട പേര് ധീരഹ എന്നാണ്. ധീരൻ. ഇത് രണ്ടും നമ്മൾ ഓർമ്മിക്കണം. ഉപനിഷത്ത് ഏറ്റവും അധികം പറയുന്നത് ധീരനെയാണ്. ധീരൻ. ധീരൻ എന്ന് പറഞ്ഞാൽ സാഹസികനല്ല കേട്ടോ, എടുത്തുചാട്ടക്കാരനല്ല, അവിവേകിയുമല്ല. ബുദ്ധിയെ നിയന്ത്രിച്ചവനാണ്, നിയന്ത്രിക്കുന്നവനാണ് ധീരൻ. തനിക്ക് സ്വാധീനമായ ബുദ്ധിയോടും മനസ്സോടും ഒത്തവനാണ് ധീരൻ. ധിയം രാതി. ഏറ്റവും അധികം സംബോധന സൗമ്യ, സൗമ്യ എന്നാണ്. സൗമ്യ, സൗമ്യ ശബ്ദത്തിന് ഭഗവാൻ ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം പ്രിയദർശന എന്നാണ്. പ്രിയദർശന. എന്തൊരു പ്രിയകരമായ ദർശനത്തോടു കൂടിയവൻ. ആരെ ദർശിക്കുന്നത് അത്യന്തമായ പ്രിയത്തെ ഉണ്ടാക്കുന്നുവോ അവൻ പ്രിയദർശന. കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം. നല്ല സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ ഒരു സുഖ. സുന്ദരന്മാരെയും സുന്ദരിമാരെയും കണ്ട ഒരു സുഖ. ആരാ സുന്ദരനും സുന്ദരിയും? അത് ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ നാളെ വരുമ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വന്നു. അതല്ല സൗന്ദര്യം. എന്തെങ്കിലും പുറമെ ചെയ്യുന്നതല്ല സൗന്ദര്യം. സൗന്ദര്യം
മനസ്സിൽ കുശുമ്പില്ലാണ്ടിരിക്കുമ്പോൾ, അസൂയല്ലാണ്ടിരിക്കുമ്പോൾ, ക്രോധാദി വൃത്തികളില്ലാണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മുഖവും സുന്ദരമായിരിക്കും. അല്ലേ? അതല്ലേ നമുക്ക് സൗന്ദര്യം നൽകണത്? അതെ. മനസ്സ് കലുഷിതമായോ കലങ്ങിയോ സൗന്ദര്യം പോയി, പിന്നെ സൗന്ദര്യമില്ല. അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊടി മസാല പൂശണതോ എന്തെങ്കിലും വെളുപ്പിക്കണതോ കറുപ്പിക്കണതോ ഒന്നുമല്ല. അപ്പം അതൊക്കെ പതിവുണ്ട്. ചില ആൾക്കാരെ കാണാം പകുതി വെളുപ്പിക്കുകയും പകുതി കറുപ്പിക്കുകയും ചെയ്തിട്ടൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട്. അതിൽ പല വർണ്ണങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാ വർണ്ണങ്ങൾ, നീല പച്ച ഒക്കെ അങ്ങനെ ആയിട്ട് കാണുന്നുണ്ട് ആൾക്കാർ. പല നാട്ടിൽ പോകുമ്പോൾ രസമാണ് കാണാൻ. എന്തൊക്കെ കെമിക്കലാണ് വെച്ച് പൂശണമെന്നറിയില്ല. അതുകൊണ്ടൊന്നും സൗന്ദര്യം ഉണ്ടാവില്ല കേട്ടോ. വെറുതെ തോന്നുക. ചില പൊടികൾ, മസാലകൾ, ക്രീമുകളൊക്കെ പുരട്ടി സൗന്ദര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ വെറുതെയാണ്. ഒരു വെയിൽ കൊണ്ടാൽ ഒക്കെ പോവും. ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയാൽ പോവും. സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, മനസ്സ് ശുദ്ധമാവുക. മനസ്സ് ശുദ്ധമായാൽ സുന്ദരനും സുന്ദരിയാവും. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഏറ്റവും അധികം സൗമ്യ സൗമ്യ എന്ന് വിളിക്കുന്നത്. ഈ സൗമ്യത്വം വേണം. പിന്നെ മൗനം. മൗനം ചിലരെങ്കിലും വിചാരിക്കും ഈ മൗനം എന്നുള്ളത് വാക്കിൻ്റെ തപസ്സല്ലേ, ഇവിടെ എന്താ മനസ്സിൻ്റെ തപസ്സിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് എന്ന് തോന്നും. മൗനം മനസ്സിൻ്റെയാണ്, വാക്കിൻ്റെ അല്ല. ചില ആൾക്കാരുണ്ട് മൗനവ്രതം. ഞാൻ നാളെ മുതൽ 41 ദിവസം മൗനവ്രതമാണ്, വളരെ സമാധാനം, ഇനി അയാളെ കൊണ്ട് 41 ദിവസത്തേക്ക് ഉപദ്രവമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് എനിക്കൊരു 200 പേജിൻ്റെ ബുക്കും ഒരു പെൻസിലും വേണം. അതെന്തിനാ? എന്നിട്ട് എഴുതുക, എനിക്ക് ചായ വേണം, കാപ്പി വേണം, മധുരം കുറച്ച് മതി, അല്ലെങ്കിൽ മധുരം കുറയ്ക്കേണ്ട കേട്ടോ എന്നൊക്കെ. എടേ, ഒരു ഇന്ദ്രിയം പ്രവർത്തിപ്പിക്കേണ്ടതിന് പകരം നീ ഇപ്പം എത്ര ഇന്ദ്രിയ പ്രവർത്തിപ്പിക്കണത്? ഇത് മൗനമാണോ അമിത വ്യാപാരമാണോ? ചിന്തിക്കുക. മൗനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഇന്ദ്രിയങ്ങളുടെ അടക്കമാണ്. നിരന്തരം മനനം ചെയ്യുന്നത് കൊണ്ട് വാക്കിൻ്റെ സ്വാഭാവികമായ അടക്കമാണ് മൗനം. അതുകൊണ്ട് മനനമാണ് മുനിയുടെ ഭാവം. മൗനം. ചിന്തിക്കുക. സർവോപരി ആത്മവിനിഗ്രഹ, തൻ്റെ സകല കരണങ്ങളെയും പൂർണ്ണമായി അടക്കുന്നു. മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത്. സർവോപരി ഭാവം ശുദ്ധാവുക. നമ്മുടെയൊക്കെ മനോഭാവം ശുദ്ധാവുക. ഉള്ളതുള്ള പോലെ, ഒരു വളച്ചുകെട്ടും വേണ്ട, ആരെ പറ്റിക്കണം എന്നുള്ള ചിന്ത വേണ്ട, ആരെ സുഖിപ്പിക്കാൻ വേണ്ടി വെറുതെ നല്ല വാക്കുകളൊന്നും പറയണ്ട, അവനെ പറ്റിക്കണം അവളെ പറ്റിക്കണം എന്നുള്ള ചിന്ത വേണ്ട. ഉള്ളതുള്ള പോലെ ഭാവസംശുദ്ധി, ശുദ്ധമായ ഭാവം ഉണ്ടാവുക. ഇത്രയും ആയാൽ മനസ്സുകൊണ്ടുള്ള തപസ്സായി. അപ്പോൾ ഈ 3 ആയി കഴിഞ്ഞാൽ തപസ്സായി. ഈ തപസ് തന്നെ യജ്ഞമായി അനുഷ്ഠിക്കുന്നവർ. ഇനി തപസ്സിന് വേറെയും തലങ്ങളുണ്ട്. തപസ്സിനെ പറ്റി പറഞ്ഞാൽ ദിവസങ്ങൾ നീണ്ടുപോകും. പക്ഷെ ഒന്നുകൂടി സൂചിപ്പിക്കാതെ വയ്യ. അവനവൻ്റെ ആശ്രമധർമ്മം പാലിക്കുന്നത് തപസ്സാ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ അവൻ തപസ്സിയാ, അത് ചെയ്യുന്ന തപസ്സാ. വിദ്യാർത്ഥി എന്നും പറഞ്ഞ് പോയിട്ട് രാഷ്ട്രവിധ്വംസകമായിട്ടുള്ള പ്രവർത്തനം ചെയ്താലോ, ഭാരതത്തെ കഷ്ണം കഷ്ണമാക്കണം, മഹാഭാവി. അല്ലാണ്ടെന്താ? സമൂഹത്തിൻ്റെ പൈസയും കൊണ്ടുപോയിട്ട് രാഷ്ട്രത്തെ നശിപ്പിക്കണം എന്ന് പറയേ. കേരളത്തിന് സ്വാതന്ത്ര്യം വേണം, എവിടുന്ന്? ഇതൊക്കെയാ വിദ്യാർത്ഥിയുടെ മുദ്രാവാക്യം. കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം, കേരളത്തിന് സ്വാതന്ത്ര്യം, ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടേ? എല്ലാവർക്കും വേണം, കുറച്ചും കൂടി കഴിയട്ടെ. അപ്പം അത് വിദ്യാർത്ഥിയല്ല. ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ ചെയ്യുമ്പോൾ അവൻ തപസ്സാ ചെയ്യണത്. നല്ല പോലെ സന്താനോൽപാദനം ചെയ്യുകയും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യുകയും കഠിനമായി അധ്വാനിച്ച് ധനം സമ്പാദിക്കുകയും
കുടുംബത്തെ ശക്തമായി നിലനിർത്തുകയും ഉചിതമായ രീതിയിൽ ദാനം ചെയ്യുകയും ഒക്കെ ചെയ്താൽ തപസ്സാണ്. വാനപ്രസ്ഥനെ സംബന്ധിച്ച് ഉപാസനകളിലൂടെ അന്ധഃകരണത്തിൻ്റെ ഏകാഗ്രതയും ശുദ്ധിയും സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നതിനനുസരിച്ച് അവൻ തപസ്സിയാണ്. സന്യാസിയെ സംബന്ധിച്ച് ആത്മാനുസന്ധാനത്തിൽ കഴിയുന്നിടത്തോളം അയാൾ തപസ്സിയാണ്. ഇപ്പം സ്വവർണാശ്രമധർമ്മേണ തപസാ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ വർണ്ണാശ്രമധർമ്മത്തെ തപസ്സായിട്ട് പറയുന്നുണ്ട്. ഈ തപസ് തന്നെ യജ്ഞമായവർ തപോയജ്ഞാഃ ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ. യോഗയജ്ഞന്മാർ, യോഗത്തെ തന്നെ യജ്ഞമായി അനുഷ്ഠിക്കുന്നവർ. യോഗം ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ്. യോഗമെന്തോ ശരീര സൗഷ്ഠവത്തിനുള്ളതോ ആകാരവടിവിനുള്ളതോ ഒക്കെയാണെന്ന് വരെ കരുതുന്നവരുണ്ട്. അല്ല, അതൊക്കെ അങ്ങനെ ഫല അങ്ങനെ കണ്ട് ഇല്ല പറയണില്ല. പക്ഷെ അതൊന്നും അല്ല യോഗം. യോഗം വളരെ വിപുലമായൊരു ശബ്ദമാണ്. ഇതൊരു യോഗമാണ്. ഇപ്പോൾ ഇവിടെ ഇതൊരു യോഗം ഇല്ലേ, നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുക. അപ്പോൾ അതൊരു യോഗം. ഇനി വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പറയുക എന്നുള്ളത് നമ്മളൊരു യോഗം. അതുകൊണ്ട് അങ്ങനെയുണ്ട് യോഗ ശബ്ദത്തിനർത്ഥം. അവൻ്റെ ഒരു യോഗം കണ്ടില്ലേ എന്നൊക്കെ പറയും. ഇനി യോഗം എന്ന് പറഞ്ഞാൽ യുജ് മേളനെ എന്നുള്ള ധാതുവിൽ നിന്ന് ഉണ്ടാവുന്ന യോഗ ശബ്ദത്തിന് മേളനം, കൂടിച്ചേർച്ച എന്നർത്ഥം. എന്തിൻ്റെ ചർച്ച? അന്വേഷകൻ്റെയും അന്വേഷ്യത്തിൻ്റെയും കൂടിച്ചേർച്ച. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആത്മബ്രഹ്മൈക്യം. ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്നുള്ള അഭേദ സാക്ഷാത്കാരം. ശ്രദ്ധിക്കുക. ഇനി ഒന്നും കൂടി വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഈ ഒരു പരമമായ യോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന എല്ലാ സാധനകളെയും യോഗം എന്ന് പറയാം. യുജിര് സമാധൗ എന്ന് ധാതു. സമാധി എന്ന് പറയുമ്പോഴും തെറ്റിദ്ധാരണ വരാം. കാരണം സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് നാട് നീങ്ങി, ആന ചെരിഞ്ഞു, തിരുമേനി കാലം ചെയ്തു എന്നൊക്കെ പറയണത് പോലെ സന്യാസി സമാധിയായി എന്ന് പറയും. അപ്പോൾ സമാധിയാവണമെങ്കിൽ 2 പരിപാടി വേണം. ആദ്യം സന്യാസിയാവണം, പിന്നെ മരിക്കുകയും വേണം. അതല്ല സമാധി. സമാധി നമുക്കൊക്കെ ആകാവുന്ന അവസ്ഥയാണ്. കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയിൽ ധ്യേയത്തിലുറച്ച നമ്മുടെ അന്ധഃകരണത്തിൻ്റെ അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ധ്യാതാവ്, ധ്യാനം എന്നിവയൊക്കെ ജയിച്ച് അതിക്രമിച്ച് കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന, പോരാ, അത്ര പറഞ്ഞാൽ പോരാ, കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയായി അന്ധഃകരണം നിലകൊള്ളുന്ന അവസ്ഥാവിശേഷമാണ് സമാധി. ഈ സമാധി എന്ന് യോഗത്തിന് അർത്ഥമുണ്ട്. യോഗ സമാധി എന്ന് പറയും. യുജിര് സമാധൗന്ന് ധാതു. യോഗ സമാധി എന്നുള്ളത് യോഗസൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ, വ്യാസഭാഷ്യത്തിൽ പറയുന്നതാണ് യോഗ സമാധി. അപ്പം യോഗ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. പോയിപ്പോൾ എന്തെങ്കിലും യോഗ സെൻറ്റർ കം ബ്യൂട്ടി പാർലർ, യോഗ സെൻറ്റർ കം ഫിറ്റ്നസ് സെൻറ്റർ ഇല്ലേ, യോഗ സെൻറ്റർ കം ജിംനാസ്റ്റിക് എല്ലാം ഉണ്ട്. നല്ലത് തന്നെ, അത് നമ്മൾ എതിർക്കുന്നില്ല. കാരണം ആചാര്യോക്തമായ ഒരു
സമ്പ്രദായത്തിന് അല്ലെങ്കിൽ ഒരു സാധനയ്ക്ക് അനേക പ്രയോജനങ്ങളെ പ്രായോഗികമായി കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നന്മയല്ലേ? അതെ, വിരോധമൊന്നുമില്ല. പക്ഷേ യോഗത്തിൻ്റെ ശരിയായ തലം മറന്നു പോകരുത്. ഇങ്ങനെ പലതുമാണ് യോഗം എന്ന് കേട്ടും കണ്ടും പ്രചരിപ്പിച്ചും ശരിയായ യോഗം എന്താണെന്ന് അറിയാത്ത ഒരു യോഗം നമുക്കുണ്ടാവരുത്. അത്രയേ ഉള്ളൂ. ഈ യോഗം തന്നെ യജ്ഞമായി അനുഷ്ഠിക്കുന്നവർ യോഗയജ്ഞാഃ തഥാ അപരേ, വേറെ ചിലര് സ്വാധ്യായജ്ഞാനയജ്ഞാഃ ജ്ഞാനയജ്ഞാഃ ച, സ്വാധ്യായയജ്ഞന്മാരും ജ്ഞാനയജ്ഞന്മാരും. സ്വാധ്യായയജ്ഞ എന്ന് പറഞ്ഞാൽ സ്വാധ്യായം തന്നെ യജ്ഞമായി കണക്കാക്കി ജീവിക്കുന്നവർ. അവർക്ക് വേറൊരു യജ്ഞം ഇല്ല, മറ്റൊരു യജ്ഞവും ഇല്ല, സദാ സ്വാധ്യായം. അത് തന്നെ യജ്ഞം. സ്വാധ്യായം, സ്വന്തം ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക, സ്വസ്വരൂപം എന്തെന്ന് അധ്യയനം ചെയ്യുക. ഞാൻ ആര്, എന്താണ് എൻ്റെ ശരിയായ സ്വരൂപം എന്നുള്ള വിചാരം. പ്രണവാദി ജപം, വേദാന്ത അധ്യയനം, അങ്ങനെ സ്വാധ്യായമാകുന്ന യജ്ഞം ചെയ്യുന്നവർ. ജ്ഞാനയജ്ഞം ചെയ്യുന്നവർ സദാ ജ്ഞാന വിചാരം, വേദാന്ത വിചാരം, അങ്ങനെ വിചാരം ചെയ്ത് സ്വാധ്യായത്തിലൂടെ ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായ ജ്ഞാനമാർഗത്തിലൂടെ, അതാണ് ജ്ഞാനയജ്ഞം. ശ്രവണ മനന നിധിധ്യാസങ്ങൾ. ശ്രവണം എന്ന് പറയുമ്പോൾ സ്വാനുഭൂതി സമ്പന്നനായ ഗുരുവിൽ നിന്ന് കേൾക്കുന്നു ശ്രദ്ധയോടുകൂടെ. മനനം, കേട്ടതിനെക്കുറിച്ച് യുക്തിപൂർവം വിചാരം ചെയ്യുന്നു. യുക്തിപൂർവം. നിധിധ്യാസം, അങ്ങനെ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും തത്വത്തിലുറച്ച മനസ്സിൻ്റെ ഏക താനമായ സ്ഥിതിക്കാണ് നിധിധ്യാസം എന്ന് പറയുന്നത്. ഈ ശ്രവണ മനന നിധിധ്യാസങ്ങളാണ് വാസ്തവത്തിൽ ജ്ഞാനമാർഗം. അതിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ യജ്ഞം, ജ്ഞാനയജ്ഞം. അതോടൊപ്പം താൻ അറിഞ്ഞതിനെ, തനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതിനെ ജിജ്ഞാസുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതും ജ്ഞാനയജ്ഞമാണ്. അത് ഭഗവാൻ ഗീതയിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം ജ്ഞാനയജ്ഞത്തിലൂടെ ആരാണോ പ്രചരിപ്പിക്കുന്നത് അവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്ന്. അവർ ധാരാളം ഗീതാജ്ഞാനയജ്ഞങ്ങൾ ചെയ്യുക. അങ്ങനെ ജ്ഞാനയജ്ഞങ്ങൾ ചെയ്യണവർ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച, ഇങ്ങനെ പല യജ്ഞങ്ങളെ ചെയ്യുന്നവരെ പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെ പല യതികളുണ്ട്, യമം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ സംശിതവ്രതാഹ, തീക്ഷ്ണീകൃതവ്രതാഹ, നല്ല തീക്ഷ്ണമാക്കി അണച്ച് മൂർച്ചയാക്കിയിട്ടുള്ള വ്രതത്തോടു കൂടിയവരാ. വ്രതം എന്ന് പറഞ്ഞാൽ അവൻ വരിച്ചത്, സ്വീകരിച്ചത്. ഇപ്പം നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സാധനാക്രമത്തിനാണ് വ്രതം എന്ന് പറയുക. അപ്പോൾ വ്രതങ്ങളെ കൊണ്ട് സംശിതമാക്കിയ, അങ്ങേയറ്റം മൂർച്ചയാക്കിയിട്ടുള്ള അന്ധകരണത്തോടൊത്തവർ സംശിതവ്രതാഹ. ഇങ്ങനെ പല യജ്ഞക്കാരെ കുറിച്ച് പറയുക. ഇവരൊക്കെ സംശിതവ്രതാഹ. അധികം വിസ്തരിച്ചാൽ അല്പം പോലും നമ്മൾ മുന്നോട്ട് നീങ്ങില്ല.
അതുകൊണ്ട് സാമാന്യം ഇങ്ങനെ പലവിധ യജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നോക്കൂ, ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ. തുടർന്ന് അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. അപാനേ ജുഹ്വതി പ്രാണം. കുറഞ്ഞൂല, അതെന്താ പറ്റിയേ? പ്രാണം പോയോ? പ്രാണനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പ്രാണം കുറച്ച് കുറഞ്ഞു. ഇന്നലെ നല്ല ഉഷാറിലായിരുന്നു ചൊല്ലിയത്, ഇന്ന് കുറച്ചൊരു മന്ദായി. വയ്യ, ഇത്രയും ആൾക്കാർ കൂടി ഇരുന്നിട്ട് ഇത്രയും ശബ്ദമുള്ളൂ എന്ന് ഭഗവാന് നാണക്കേടാ ഇല്ലേ? അതെ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. അപാനേ ജുഹ്വതി പ്രാണം. അപാനനിൽ പ്രാണനെ ഹോമിക്കുന്നു. അപരേ, വേറെ ചിലരോ പ്രാണേ അപാനം ജുഹ്വതി, പ്രാണനിൽ അപാനനെ ഹോമിക്കുന്നു. ഇനി വേറെ ചിലരോ പ്രാണാപാനഗതിരുദ്ധ്വാ ജുഹ്വതി, പ്രാണാപാനഗതികളെ രോധിച്ചിട്ട് ചെയ്യുന്നു, ഹോമിക്കുന്നു. ഇവരാരാ ഇവര്? പ്രാണായാമപരായണാഃ, പ്രാണായാമപരായണന്മാർ. പ്രാണായാമം പരമമായ അയനമായി കാണുന്നവർ, പരമഗതിയായി കാണുന്നവർ, ശ്രദ്ധയോടെ പ്രാണായാമം ചെയ്യുന്നവർ, പ്രാണായാമം തന്നെ പരമമായ സാധനയായി മനസ്സിലാക്കണവർ. എന്താ പ്രാണായാമം? ശ്വാസപ്രശ്വാസയോഹോ ഗതിവിച്ഛേദഃ പ്രാണായാമഃ. ഭഗവാൻ പതഞ്ജലി മഹർഷി പറഞ്ഞു തരും. അവിടെ തൻ്റെ ഭാഷ്യത്തിൽ വ്യാസൻ കൂട്ടിച്ചേർത്തു തസ്മിൻ സതി എന്ന്. അതുകൊണ്ട് ഈ സാമ്പ്രദായികമായിട്ട് പഠിക്കുമ്പോൾ വ്യാസൻ്റെ ഈ വാക്യം അടക്കം ചേർത്തിട്ടാണ് ആ സൂത്രം പഠിപ്പിക്കാറ്. തസ്മിൻ സതി ശ്വാസപ്രശ്വാസയോഹോ ഗതിവിച്ഛേദഃ പ്രാണായാമഃ. അത് നേരെയായാൽ ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിയെ വിച്ഛേദിക്കുന്നത് പ്രാണായാമമാണ് എന്ന്. അത് നേരെയായാൽ, ഏത് നേരെയായാൽ? അത് ശരിയായാൽ. ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ, ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ട്. ഏതായാലും അത് ശരിയായാൽ, ഏത് ശരിയായാൽ? ആസനം ശരിയായാൽ. അതിന് മുമ്പ് പറഞ്ഞ ആസന. അപ്പം ആസനം ശരിയായാൽ എന്താ? ആസനം, ആസനം എന്ന് പറഞ്ഞാൽ പതഞ്ജലി മഹർഷി പല ജാതി ആസനങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ യോഗ വിശദീകരണത്തിലും ഹഠയോഗത്തിൻ്റെ ആചാര്യന്മാരാലും പറയപ്പെട്ടതാണ്. പലതരം ആസനങ്ങൾ, പുതിയ ആസനങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊന്നും വിരോധമില്ല. ധാരാളം ആസനങ്ങളുണ്ട്, 100 കണക്കിന് ആസനങ്ങളുണ്ട്. അതൊക്കെ ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. അല്ല തോന്നിയോണം ആരും ആസനങ്ങൾ ചെയ്യരുത്. ഗുരു മുഖേന വേണം ആസനങ്ങൾ പഠിക്കാൻ, അത് ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറേ ആസനങ്ങൾ ഗുരു മുഖേന പഠിച്ചിട്ട് പിന്നെ അവനവന് പരിശീലിക്കാം. പക്ഷെ ഗുരു മുഖേന അല്ലാതെ പുസ്തകം നോക്കിയിട്ടൊന്നും ആസനം ചെയ്യരുതേ, അപകട. ആശ്രമത്തിൽ ഒരാൾ വന്നിരുന്നു, ഒരാൾ കുറേ കൊല്ലായി.
ഇയാൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കണത്, എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വിചാരിച്ചു ഇതെന്താപ്പോൾ ഇതിങ്ങനെ, കുറേ കൊല്ലമായി വലിയ പോലീസുകാരൊക്കെ ആണെച്ചാൽ സല്യൂട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ ഇതെങ്ങനെയപ്പോൾ ഇതിങ്ങനെ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്തോ സംസാരിച്ചപ്പോൾ അയാളെ കൈ കുറച്ച് നേരത്തേക്ക് അയാൾ കൈ മാറ്റി കളഞ്ഞു. അപ്പോൾ ഉമ്മർത്ത് 2 പല്ലുമില്ല, അത്രയേ ഉള്ളൂ. നമുക്കെന്ത് വേണം, പല്ലില്ലാത്ത നമുക്കെന്താ. അതിരിക്കട്ടെ, എന്താ പറ്റിയ കൂട്ടാ? എൻ്റെ സ്വാമി ഞാൻ മയൂരാസനം ചെയ്തതാണ്. ഓ, ഇന്ന് എങ്ങനെയപ്പോൾ അതുണ്ടായത്? ഇപ്പം എന്താ സംഭവം വെച്ചാൽ, ഈ ഒരു ആശ്രമത്തിൻ്റെ പുസ്തകം നോക്കിയിട്ട് ചെയ്തതാ. അതിൽ ഫോട്ടോ ഉണ്ട് മയൂരാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതതിൻ്റെ ഫൈനൽ പോസ്റ്റാണ്, അവസാനത്തെ പോസ്റ്ററാണ്. അത് നോക്കിയിട്ടാണ് ചെയ്തത്. പാവം ഉമ്മറത്തെ പല്ല് 2 കണ്ടുപോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. ഗുരു മുഖേന വേണം പഠിക്കാൻ ആസനങ്ങൾ. ഏതായാലും ആസനത്തിന് ഇത്രയേ വിശേഷമുള്ളൂ. സ്ഥിര സുഖമാസനം, സ്ഥൈര്യവും സൗഖ്യവും ഉള്ളതാണ് ആസനം. സ്ഥൈര്യം വേണം, സൗഖ്യം വേണം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ഏതായി നമുക്ക് സ്ഥിരവും സുഖവുമായിട്ട് സാധിക്കുക, അതാണ് നമ്മുടെ ആസനം. അങ്ങനെ ഏതെങ്കിലും ഒരാസനം ശീലിച്ചിട്ട് വേണം പ്രാണായാമം ചെയ്യാൻ. എന്നിട്ട് ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതി വിച്ഛേദിക്കുക, അത് തന്നെ. അതിനൊരു ക്രമികത വരുത്തുക. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അറിഞ്ഞിട്ട് ശ്വാസം ഉപയോഗിക്കുക. ഇതിങ്ങനെ തോന്നിയോണുള്ളത് ഒരു ക്രമികത അതിന് വരുത്തി, അതാ പ്രാണായാമം. അപ്പോൾ ഇവിടെ പ്രാണായാമത്തിൻ്റെ 3 അംഗങ്ങളെയും ഇവിടെ പറയുകയാണ്. പ്രാണായാമത്തിന് 3 അംഗങ്ങളാണ്: രേചകം, പൂരകം, കുംഭകം. പൂരണം ചെയ്യുന്നത് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. നിറയ്ക്കണത്, അകത്തേക്ക് നിറയ്ക്കണത് പൂരകം. രേചകം, രിച്ച് ശോധനം ചെയ്യണത്, പുറത്തേക്ക് കളയണത്, അത് രേചകം. കുംഭകം, കുംഭം പോലെ നിറച്ചു വയ്ക്കണത്. അതാണ് ഇങ്ങനെ പ്രാണായാമത്തിൻ്റെ 3. ഇവിടെ പ്രസംഗിക്കണ കേട്ടിട്ട് ആരും പോയി ചെയ്യരുതേ, പേടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ദുർഭിഷജ്യമായിരിക്കുന്ന രോഗങ്ങളുണ്ടാവും പ്രാണായാമം തെറ്റിയാൽ. ചികിത്സിച്ച് മാറ്റാൻ വിഷമുള്ള തരം രോഗങ്ങൾക്ക് സാധ്യത ഉണ്ട് പ്രാണായാമം തെറ്റി ചെയ്താൽ. ഇതൊന്നൊരു ഗൗരവമില്ലാതെ പലരും കൊടുക്കണ ഫീസിനനുസരിച്ചാണ് പ്രാണായാമം. എന്നാൽ പ്രാണായാമം തുടങ്ങണം കേട്ടോ സ്വാമി. ഓ വരൂ, പേരെന്താ? പേരെഴുതി എൻ്റർ ചെയ്തു. ഇത്ര ഉറുപ്പ്യ ഫീസ് അടച്ചു. സ്വാമിക്ക് സന്തോഷമായി. തുടങ്ങാം. മൂക്ക് പിടിച്ചോളൂ, പിടിച്ചു. ഇത്ര സെക്കൻഡ് വലിച്ച് അകത്ത് കയറ്റ്, ഇത്ര സെക്കൻഡ് വലിച്ച് അകത്ത് കയറ്റി, ഇത്ര സെക്കൻഡ് അകത്ത് നിർത്തൂ, ഇത്ര നിർത്തി, ഇത്രാണ്ട് വിട്ടോളൂ, വിട്ടു, കഴിഞ്ഞു പ്രാണായാമം. ഇപ്പോൾ സ്വാമി ഫീസ് എനിക്കുള്ളത്, അതിന് താൻ പോ. അത് വയ്യ. ആസനം ഉറച്ച ശേഷം വേണം പ്രാണായാമം. ആസനം ശീലിക്കുന്നതോ യമനിയമങ്ങളോടുകൂടെ വേണം. യമനിയമപൂർവകമായിട്ട് വേണം ആസന പരിശീലനം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ യമനിയമം, ആസനം, പ്രാണായാമം, അങ്ങനെയാണ്ട് യോഗ ആരോഹണം ചെയ്യാം. ക്രമികമായി യോഗ സോപാനത്തിൽ മുകളിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഇതിൽ അപാനേ ജുഹ്വതി പ്രാണം എന്ന് പറഞ്ഞാൽ അപാനനിൽ പ്രാണനെ ഹോമിക്കുന്നു. അപാനൻ്റെ സ്ഥാനം കഴിഞ്ഞ ദിവസം നമ്മൾ പറയേണ്ടായിട്ടുണ്ട്, അടിവയറ്റിലാണെന്ന്. അപ്പം അപാനനിൽ പ്രാണനെ ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പുറമേ നിന്ന് പ്രാണനെ എടുത്ത് അകത്തേക്ക് സമർപ്പിക്കുന്നു, പൂരകം ചെയ്യുന്നു. പ്രാണനിൽ അപാനനെ ഹോമിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം അകത്തുള്ളതായ അപാനനെ പുറത്തേക്ക് ഹോമിക്കുന്നു, രേചകം ചെയ്യുന്നു. പ്രാണാപാന ഗതീരുദ്ധ്വാജുഹതി, പ്രാണൻ്റെയും അപാനൻ്റെയും രണ്ടിൻ്റെയും ഗതിയെ രോധിക്കണു. പുറത്തേക്കും വിടണില്ല, അകത്തേക്കും വിടണില്ല. അപ്പം എന്താ അത്? കുംഭകം, ഉള്ളിൽ നിറച്ചു. ഇങ്ങനെ രേചക, പൂരക, കുംഭകങ്ങളാകുന്ന ക്രിയകളെ ഗുരുപദിഷ്ടമായ ക്രമത്തിൽ ചെയ്യുന്നു. ക്രമമൊന്നും ഇവിടെ പറയണില്ല. ഇനിയിപ്പോൾ പോയിട്ട് ആരെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് നാളെ ആരെയും കാണുന്നില്ലല്ലോ, എന്താ പറ്റിയത്? കടപ്പിലായി സ്വാമി, അതുകൊണ്ടാണ്. എന്താ പറ്റിയത്? ചിദാനന്ദപുരി സ്വാമി പറ്റിച്ചതാ എന്ന് നാളെ ആരും പറയരുത്. അതുകൊണ്ട്
അവനവൻ്റെ ഗുരുമുഖേന അത് ശീലിച്ചോളുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ പ്രാണായാമ യജ്ഞം ചെയ്യുന്നു ചിലർ, പ്രാണായാമ പരായണാഹ. അപ്പം ഇവിടെ വേറൊരു യജ്ഞവും ചെയ്യണില്ല. അവനവൻ ശ്വാസോച്ഛ്വാസം ചെയ്യണത് ശരിക്കും നിരീക്ഷിച്ച് നിയമിച്ച് അത് തന്നെ ഒരു യജ്ഞമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നു. അവർക്ക് വേറൊരു യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിൽ ഏത് യജ്ഞമാണോ അവനവന് സാധിക്കണത് അത് ചെയ്തോളൂ. ഇവിടെ പലതും പറഞ്ഞുല്ലോ, ദ്രവ്യയജ്ഞം, ആദ്യം തന്നെ ദൈവയജ്ഞം, ബ്രഹ്മാഗ്നിയിലുള്ള യജ്ഞം, ഇന്ദ്രിയ സംയമമാകുന്ന യജ്ഞം, അവിരുദ്ധ ഗ്രഹണമാകുന്ന യജ്ഞം, സർവവൃത്തികളെയും ഹോമിക്കുന്ന യജ്ഞം, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായ യജ്ഞം, ജ്ഞാനയജ്ഞം, ഇപ്പോൾ പ്രാണായാമയജ്ഞം. എന്തൊരു സമ്പന്നരാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വഴികളാണ് നമുക്ക്. ഒരു വഴി അതൊന്നുമല്ല, അനേക വഴികളുണ്ട്. ഓരോരുത്തർക്കും യോജിക്കണതിൽ പോവാം. ശ്രദ്ധിക്കുക. ഇങ്ങനെ പ്രാണായാമയജ്ഞം. അപരേ നിയതാഹാരാ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ. അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ. അപരേ, ഇനിയും വേറെ ചിലര്, നിയതാഹാരാഹ, ആഹാരങ്ങളെ നിയമിച്ചിട്ട്, ആഹാരങ്ങളെ നിയന്ത്രിച്ചിട്ട്. ആഹാരങ്ങളെ നിയന്ത്രിക്കുക പറഞ്ഞാൽ ഒന്ന് ഭക്ഷണം കഴിക്കണേനെ നിയന്ത്രിച്ചിട്ട്, വെള്ളം കുടിക്കണേനെ നിയന്ത്രിച്ചിട്ട്, കണ്ണിലൂടെ കാണുന്നതിനെ നിയന്ത്രിച്ചിട്ട്, ചെവിയിലൂടെ കേൾക്കണതിനെ നിയന്ത്രിച്ചിട്ട്, ത്വക്കിലൂടെ സ്പർശിക്കുന്നതിനെ നിയന്ത്രിച്ചിട്ട്, മൂക്കിലൂടെ മണക്കുന്നതിനെ നിയന്ത്രിച്ചിട്ട്, നാക്കുകൊണ്ട് രുചിക്കുന്നതിനെ നിയന്ത്രിച്ചിട്ട്. ഇതൊക്കെ ആഹാരങ്ങളാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ വായ കൂടെ കഴിക്കണേ മാത്രമല്ല, അതും ആഹാര. ഭക്ഷണം കഴിക്കണതും ആഹാരം തന്നെയാണ്. എന്നാൽ ഭക്ഷണം കഴിക്കണത് മാത്രമല്ല ആഹാരം, ഇന്ദ്രിയങ്ങളിലൂടെ ആഹരിക്കുന്നതൊക്കെയും ആഹാരമാണ്. ഇപ്പം ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളൊക്കെ ആഹാരങ്ങളാണ്. ഈ ആഹാരങ്ങളെയൊക്കെ നിയമിച്ചിട്ട്, നിയതാഹാരാഹ, എല്ലാത്തിലും ഒരു നിയന്ത്രണം വരുത്തിയിട്ട് അത് ക്രമമായി നിയന്ത്രിക്കുക. ഇപ്പോൾ ഭക്ഷണം എന്നുള്ളതിനെ എടുത്തോളൂ. ഇപ്പോൾ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണത്തിനൊരു നിയന്ത്രണം വേണം. തോന്നിയോണല്ല, അങ്ങനെ ക്രമികമായി നിയന്ത്രിച്ച് നിയതാഹാരന്മാരായി ജീവിക്കുന്നു. കുറച്ചും കൂടിയും കടന്നു പറഞ്ഞാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ പ്രാണങ്ങളെ ബാഹ്യമായി പ്രവർത്തിക്കാൻ വിടാതെ പ്രാണങ്ങളിൽ തന്നെ ഹോമിക്കുന്നു. കണ്ണ് കണ്ണിലൊതുങ്ങി, ചെവി ചെവിയിലൊതുങ്ങി, മൂക്ക് മൂക്കിലൊതുങ്ങി എന്ന് പറഞ്ഞാൽ അർത്ഥം അവ വിഷയവ്യാപാരം ചെയ്യാതെ തന്നിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു, തന്നിൽ താനായി അടങ്ങിയിരിക്കുന്നു. അടങ്ങിയിരിക്കുക നല്ലൊരു മലയാള വാക്കാതില്ലേ? അത് പറയാറുണ്ട് സാധാരണ, അടക്കം വരിക എന്നൊക്കെ, ഉള്ളടക്കം എന്നൊക്കെ പറയാറുണ്ട്. അതുതന്നെയാണ്. അപ്പോൾ പുറത്തേക്ക് വലതിലേക്ക് അലയുന്ന ചെവിയിൽ തന്നെ ഒതുങ്ങി. അകത്ത് വെക്കേണ്ടവർ അകത്ത് വെച്ചു, പുറത്ത് വെക്കേണ്ടവരെ പുറത്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ.
മനോഹരമായൊരു ഒരു ഒരു വർണ്ണനയുണ്ട് ഗീതയിൽ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ എന്ന്. പുറമെയുള്ളവയെ പുറമെ വെച്ചിട്ട്. ഇതെന്തൊരു പണിയത്? പുറമെയുള്ള സ്പർശങ്ങളെ പുറമെയാക്കി. എന്തൊരു കഥയാണ്! അകത്തുള്ളതിനെ പുറത്താക്കുക പറഞ്ഞാൽ മനസ്സിലാക്കാം, പുറത്തുള്ളതിനെ അകത്താക്കുക എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. എന്നാൽ ഭഗവാൻ എന്താ പറഞ്ഞത്? പുറത്തുള്ളതിനെ പുറത്താക്കിയിട്ട്. എന്താ അർത്ഥം? ഈ പുറത്തുള്ളതിനെ വേണ്ടാണ്ട് അകത്താക്കിയിട്ടാണല്ലോ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇല്ലേ? കണ്ടത്, കേട്ടത്, രുചിച്ചത്, മണത്തത്, സ്പർശിച്ചത് എല്ലാത്തിനെയും കൊണ്ടായി അകത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ അകം നിറഞ്ഞിരിക്കുക, കെട്ട് നാറുക ഉള്ളെന്ന്. അപ്പോഴാണ് പറഞ്ഞ പുറത്തുള്ളതിനെ പുറത്താക്കിയിട്ട്. അപ്പോൾ പുറത്തുള്ളതിനെ പുറത്താക്കിയാൽ അകത്തുള്ളവരകത്തായി. കാരണം ഈ അകത്തുള്ളവർ പുറത്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാണല്ലോ. അത് ശ്രദ്ധിക്കുക. അകത്തുള്ളവർ പുറത്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അകത്താക്കുക ചെയ്യണത്. ഇതാ പ്രശ്നം. ഇപ്പോഴത്തെ മൊത്തം പ്രശ്നം അപ്പോൾ അതാണ്. അത് വേണ്ട, പുറത്തുള്ളതിനെ പുറത്താക്കുക, അകത്തുള്ളതിനെ അകത്താക്കുക. എന്തൊരു സംഗതി! ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിനാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കണത്. അകത്തുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. അകത്ത് കണ്ണിനും ചെവിക്കും മൂക്കിനും ഒക്കെ ഇവിടെ സ്ഥാനമുണ്ട്. അകത്തുള്ളവർക്കൊക്കെ അകത്തിരിക്കുക, ഒരു പ്രശ്നമില്ല. പുറത്തുള്ളവർക്കൊക്കെ പുറത്തും ഇരിക്കണം, അത്രയേ ഉള്ളൂ. പുറത്തുള്ളവരകത്തിരിക്കണം എന്നതിനാ വാശി. പുറത്തുള്ളവരകത്തിരുത്തി അകത്തുള്ളവർ പുറത്താവും, അത്രയേ ഉള്ളൂ. അത് വേണോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ സാധനയുടെ സാരം. അപ്പോൾ നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ അതാത് ഇന്ദ്രിയ ഗോളകത്തിൽ ഒതുക്കിയിട്ട്. ഇനി മറ്റൊരർത്ഥം, ഇത് ഉത്കൃഷ്ടമായ അർത്ഥമാണ്. ഇനി മറ്റൊരർത്ഥം, ആഹാര നിയമനം ചെയ്ത് പ്രാണങ്ങളെ പ്രാണങ്ങളിൽ ഹോമിച്ചിട്ട് പ്രായോപവേശം ചെയ്തിട്ട് ഈ ശരീരം അങ്ങോട്ട് ഉപേക്ഷിക്കുക. ആഹാര നിയന്ത്രണം ചെയ്ത് കുറച്ച് 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 ശരീരത്തെ അങ്ങനെയാണ്ട് ശാന്തമാക്കുക, പ്രായോപവേശം ചെയ്യുക. ഇങ്ങനെ ഒരു യജ്ഞം. അപരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹ്വതേ. പ്രാണങ്ങളെ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു. സർവേപ്യേതേ യജ്ഞവിദോ. ഈ പറഞ്ഞ എല്ലാവരും, സർവേ ഏതേ, ഇവരെല്ലാവരും, ഈ പറഞ്ഞ എല്ലാവരും, ആരും മോശക്കാരല്ല, എല്ലാവരും യജ്ഞവിദഃ, യജ്ഞത്തെ അറിയുന്നവരാണ്. ഈ പറഞ്ഞ എല്ലാ വിഭാഗക്കാരും യജ്ഞവിത്തുക്കളാണ്. അല്ലാതെ അഗ്നിയിൽ ഹോമിക്കുന്നവർ മാത്രമല്ല യജ്ഞവിത്തുക്കൾ, പ്രാണായാമം ചെയ്യുന്നവർ മാത്രമല്ല യജ്ഞവിത്തുക്കൾ, സ്വാധ്യായം ചെയ്യുന്നവർ മാത്രമല്ല യജ്ഞവിത്തുക്കൾ. ഇവരൊക്കെ യജ്ഞവിത്തുക്കളാണ്, യജ്ഞത്തെ അറിയുന്നവരാ. എന്ന് മാത്രമല്ല, യജ്ഞക്ഷപിതകൽമഷാഹ, യജ്ഞക്ഷപിതകൽമഷാഹ, യജ്ഞം കൊണ്ട് കഴുകിക്കളഞ്ഞ കൽമഷത്തോട് പാപത്തോട് കൂടിയവരാണ്. പാപവാസനകളെ, ഉള്ളിലടിഞ്ഞുകൂടിയ പാപവാസനകളെ മുഴുവൻ യജ്ഞം കൊണ്ട് കഴുകിക്കളഞ്ഞവരാണ്, നീക്കിയവരാണ്, പരിശുദ്ധരായവരാണ്. അങ്ങനെ യജ്ഞനിർവഹണം കൊണ്ട് പരിശുദ്ധരായ ഇവരെല്ലാം യജ്ഞവിത്തുക്കളാണ്. സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാഹ. ശ്രദ്ധിക്കുക, സാമാന്യം വിചാരം ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. വിസ്തരിച്ചുള്ള പഠനം അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സാമാന്യ വിചാരത്തിന് ഉതകുന്ന രീതിയിൽ. ഇവിടെ സംശയ നിവാരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ 2 അറിയിപ്പുകളുണ്ട്. ഒന്ന്, ആശ്രമത്തുനിന്ന് വിവിധ പുസ്തകങ്ങൾ
പ്രസിദ്ധീകരിക്കണത് പലർക്കും അറിയാം. ആശ്രമത്തിൽ പ്രസിദ്ധീകരിച്ചതും ഇപ്പോൾ ലഭ്യമായതുമായ ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്. ഭഗവത്ഗീതയുടെ ഒരു സാരമുള്ള ഗ്രന്ഥം, സാരാർത്ഥത്തോടു കൂടി ഭഗവത്ഗീതയുടെ ഒരു പതിപ്പ് ഇറക്കിയിരുന്നു. അത് പലരുടെയും കയ്യിലുണ്ട്. പക്ഷേ കുറച്ച് കാലമായി അത് തീർന്നിട്ട്. അതിൻ്റെ റീപ്രിൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ്. പ്രകാശന ചടങ്ങായിട്ടൊന്നും വെച്ചിട്ടില്ല. അത് ഇന്നലെ കൊണ്ടുവന്നതാണ്. സാരം മാത്രം, ശ്ലോകവും സാരവും. 138 പേജുണ്ട്. എൻ്റെ വില 85 രൂപയാണ്. പിന്നെ കച്ചവടത്തിൻ്റെ ഒരു തന്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്ഥലത്ത് പരിപാടിക്ക് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു റിഡക്ഷൻ പറയണം. എന്തായാലും ഇങ്ങനൊരു സംഭവമുണ്ട്. 2, നമ്മൾ കഴിഞ്ഞ 22 വർഷങ്ങളായി ഇവിടെ ഈ പ്രഭാഷണ പരമ്പര നടക്കുന്നു. എല്ലാം സമൂഹം തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യാറ്. അതെല്ലാം ഇപ്പോൾ അത് കഴിഞ്ഞാൽ കസേര തിരിച്ചിടുന്നതും തുടക്കത്തിൽ കസേര അങ്ങോട്ട് വെക്കണതൊക്കെ ഈ സമൂഹം തന്നെയാണ്. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് സംഘാടകരും പങ്കെടുക്കണവരും ഇവിടെ ഇല്ല, എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഹേതുവായിട്ട് ആശ്രമത്തിനൊരു ഭാരം ഉണ്ടാവരുത്. നല്ല ചിലവുണ്ട് നടത്താൻ, നല്ല ചിലവുണ്ട്. അപ്പം എല്ലാവരും അവനവൻ്റെ പങ്ക് വഹിച്ചാൽ ഒരു പ്രശ്നമില്ലാണ്ട് നടന്നു പോകും. ഇതുകൊണ്ട് ആശ്രമത്തിൽ നിന്നായ പൈസ മെച്ചം വേണ്ട, ഇതുകൊണ്ട്. പക്ഷേ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ പങ്ക് എത്ര വലുത് ചെറുതെന്നില്ല, വലിയ മനസ്സോടുകൂടി നിർവഹിക്കുക. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ വിജ്ഞാനത്തിലേക്ക് ഉയർന്ന ഒരു മഹാപുരുഷനായിരുന്നോ എന്നാണ് ഒരാളുടെ സംശയം. ഒരു വല്ലാത്ത ചോദ്യാട്ടോ. നമ്മൾ എന്തിനാ മഹാത്മാക്കളെ അളക്കാനും തൂക്കാനും പോണത്? ചാണക്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഗുരവോ ന മീമാംസ്യാഹ. അത് ഓർമ്മിച്ചാൽ നല്ലതാ. ഗുരവോ ന മീമാംസ്യാഹ. ഗുരുനാഥന്മാർ, ഗൗരവമുള്ളവർ, ഗുരുക്കന്മാർ മീമാംസ ചെയ്യപ്പെടേണ്ടവരല്ല. അവരെ പോയി നീ കയറി മീമാംസ ചെയ്യണ്ട കേട്ടോ, നീ നിൻ്റെ പണി എടുത്തോളൂ, അതാ നല്ലത് എന്ന്. അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മവിജ്ഞാനിയായിരുന്നോ അല്ലയോ ഇതൊന്നും നിരൂപണം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. എന്നാൽ 1-2 വിഷയം പറയാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ അടുത്ത കാലത്ത് മലയാളികൾക്കിടയ്ക്ക് ഏറ്റവും അധികം ശുദ്ധമായ വേദാന്ത പ്രചരണം ചെയ്ത മഹാത്മാക്കളെ എടുത്താൽ നിശ്ചയമായും അതിൽ ബാലകൃഷ്ണൻ നായരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. ധാരാളം മഹാപുരുഷന്മാരുണ്ട്. എത്ര മഹാത്മാക്കൾ ഈ അടുത്ത കാലത്ത് പ്രവർത്തിച്ചു. ഒരാളും അവഗണിക്കപ്പെടേണ്ടവരല്ല. എല്ലാവരും അവരവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രസ്ഥാനത്രയം മുഴുവൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് 3 മഹാത്മാക്കളാണ്. 1 ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ, 2 മൃഡാനന്ദ സ്വാമികൾ, 3 പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ഇവർ 3 വലിയ ശാസ്ത്രപ്രചരണം ചെയ്തൊരു മഹാൻ കോഴിക്കോട് സിദ്ധിനാഥാനന്ദ സ്വാമികളുണ്ടായിരുന്നു. പക്ഷേ സ്വാമിജി ഈ പറഞ്ഞ പ്രസ്ഥാനത്രയം ചെയ്തിട്ടില്ല. പ്രസ്ഥാനത്രയം ചെയ്തത് ഈ അടുത്ത കാലത്ത് ഈ 3 പേരാണ്. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ ശുദ്ധമായ വേദാന്ത താൽപ്പര്യത്തെ അണു വ്യതിചലിക്കാതെ നിരന്തരം ക്ലാസ്സുകൾ എടുക്കുകയും ശിഷ്യോപദേശം ചെയ്യുകയും ഗ്രന്ഥരചനകൾ ചെയ്യുകയും ഒരുപോലെ ചെയ്തു. അദ്ദേഹത്തെ
അടുത്തിടപഴകാൻ കുറേ അവസരങ്ങൾ ലഭിച്ചു. ആ ലഭിച്ച അവസരങ്ങളിലൊക്കെയും ഒരു സ്ഥിതപ്രജ്ഞനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതിൽ കവിഞ്ഞ് ചൂഴ്ന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ഥിതപ്രജ്ഞനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി ഈ മുതലക്കുളം മൈതാനത്ത് ഇരുന്ന് പറയുമ്പം പറയട്ടെ, അദ്വൈതാശ്രമത്തിൻ്റെ വേദാന്ത രത്നം പുരസ്കാരം ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് അദ്ദേഹത്തിന് സമർപ്പിക്കുകയുണ്ടായി, ഈ സ്ഥാനത്ത് നിന്ന്. അദ്ദേഹം പ്രസംഗമധ്യേയും അല്ലാതെയും 4-5 പ്രാവശ്യം പറഞ്ഞു, ഓ വേദാന്ത രത്നം ബാലകൃഷ്ണൻ നായർ. തമാശയായിട്ട്. ഈ സന്ദർഭത്തിൽ ആ മഹാനെ ഒടുവിൽ കണ്ട രംഗം ഓർമ്മ വരികയാണ്. പലപ്പോഴും കാണാറുണ്ട്. തീരെ വയ്യ ശരീരത്തിനെന്ന് കേട്ടു. അപ്പോൾ കൊല്ലത്ത് നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് പോയി അദ്ദേഹം വിശ്രമിക്കണ സ്ഥലത്തേക്ക്. പലവിധ രോഗങ്ങളുണ്ട് അദ്ദേഹത്തിന്. വളരെ പ്രസന്ന ഭാവത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഒന്നിച്ചിരുന്ന് കുറേ സംസാരിച്ചു. അന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം. സദാശിവ ബ്രഹ്മേന്ദ്രരുടെ പ്രസിദ്ധമായ കൃതിയാണ്. എന്തിനാ സ്വാമിജി ഇവിടെ മയട്ട്? ഇതാ ചോദ്യം. ഇതിൻ്റെ ഒരു സൗന്ദര്യവും ഗഹനതയും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ സംസ്കൃത വ്യാകരണം പഠിക്കണം. കാരണം വികാരേ മയട്ട്, പ്രാചുര്യേ മയട്ട്, ഇങ്ങനെ പല മയട്ടുണ്ട്. അപ്പം എന്തിനാ സ്വാമി മയട്ട് എന്നാണ്. സർവം ബ്രഹ്മ പോലെ എന്നാണ്. സർവം ബ്രഹ്മമയം എന്തിനാന്നാ ചോദ്യം. അതിൽ പല എന്താ പറയേണ്ടത്? ഏതായാലും ആ സന്ദർശനം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ശരീരം ശാന്തമായി. കൊല്ലത്ത് ഒരു ഡോക്ടറുടെ ഗൃഹത്തിലായിരുന്നു. അവസാനം കടന്നെടുത്തെന്ന് സർവം ഖലു ഇദം ബ്രഹ്മ എന്നും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞങ്ങോട്ട് കിടന്നു. അത്രയേ ഉള്ളൂ. സർവം ഖലു ഇദം ബ്രഹ്മ, ഇതെല്ലാം നിശ്ചയമായും ബ്രഹ്മം തന്നെ എന്നും പറഞ്ഞ് തിരിഞ്ഞങ്ങോട്ട് കടന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമ്പൂർണ്ണ കൃതികളും വേദാന്ത സംഹിതമായ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരാണ്. ദീർഘകാലം ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ പ്രാചാര്യനുമായിരുന്നു. ശരി, ഏതായാലും മഹാത്മാക്കളെ ഓർമ്മിക്കാൻ ഒരവസരം കിട്ടുന്നത് സന്തോഷം, നല്ലത്. കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിന് ഇടയ്ക്ക് മൃതശരീരത്തെ മുന്നിൽ വെച്ച് മാത്രമേ ഇസ്ലാമിക സഹോദരങ്ങൾ മയ്യത്ത് നമസ്കാരം അർപ്പിക്കാറുള്ളൂ എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരണപ്പെടുമ്പോൾ ഇസ്ലാമിക സമൂഹം നമസ്കാരം അർപ്പിക്കുന്നത് കാണാറുണ്ട്. മതസ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ശക്തികൾ തെറ്റിദ്ധരിപ്പിച്ചതിനാലല്ലേ ഇസ്ലാമിക സഹോദരങ്ങൾ മരിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം അർപ്പിച്ചത്? ആയതിനാൽ ഈ വിഷയത്തിൽ സ്വാമിജിയുടെ വിശദീകരണത്തിന് സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ കഴിഞ്ഞ ഡിസംബർ 13 തോന്നുന്നു, അവിടെ ജാമിയ മിലിയയിൽ പോലീസ് നടപടിയിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വ്യാജ പ്രചരണം വന്നപ്പോൾ ഒന്നായിട്ട് ഇവിടെ പല അക്രമങ്ങൾ അരങ്ങേറുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു മയ്യത്ത് നമസ്കാരം നടക്കുകയും ചെയ്തു. മയ്യത്ത് നമസ്കാരം സാധാരണയായിട്ട് പള്ളികളിൽ മയ്യത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മയ്യത്ത്
എന്താ പറയണ്ടേ, സംസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഒടുവിൽ സമൂഹം കൂട്ടായി ചെയ്യുന്ന ഭവ്യമായൊരു ചടങ്ങാണ്. ആ മൃതനായ വ്യക്തിക്ക് എല്ലാ ഉദ്ഗതിയും ഉണ്ടാവണേ, അയാൾക്ക് ജീവിതത്തിൽ അനുഷ്ഠിച്ച സത്കർമ്മങ്ങളുടെ ഫലം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾക്ക് പരമമായ സ്വർഗത്തിലൊരു സ്ഥാനം നൽകണം എന്നും അതിൻ്റെ ഒടുവിൽ ഈ ക്രിയകൾ ചെയ്ത തനിക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്നും സങ്കല്പിച്ചുകൊണ്ടാണ് മയ്യത്ത് നമസ്കാരം നിർത്തുന്നത്. എന്നാൽ പ്രസിദ്ധന്മാരും പ്രധാനികളും സമൂഹത്തിൽ പ്രഭാവം ചെയ്തവരുമായ മഹാന്മാർ, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് പ്രത്യേകം ആദരിക്കേണ്ടുന്ന വ്യക്തികൾ, അഥവാ പ്രിയപ്പെട്ടവർ വിദൂരദേശത്ത് മരണപ്പെട്ടാലൊക്കെയും മയ്യത്ത് മുമ്പിലില്ലാതെയും നമസ്കരിക്കാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഒരു സങ്കല്പമുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് ഇസ്ലാമിക വിദ്വാൻമാരിൽ നിന്ന് കൂടുതൽ സ്പഷ്ടത വരുത്തേണ്ടതാണ്. അതായത് ഒരു മൃതശരീരം, മൃതനായ ഒരാൾ സ്വർഗതിക്കായിക്കൊണ്ട് സമർപ്പിക്കപ്പെടുന്ന ഒരാൾ മുമ്പിലുണ്ട് എന്ന ഭാവനയോടുകൂടി, അയാൾക്ക് ഊർധ്വഗതി നൽകണമേ എന്ന സങ്കല്പത്തോടുകൂടി മയ്യത്ത് അടക്കുന്നതിന് മുമ്പാണ് മയ്യത്ത് നമസ്കാരം ചെയ്യാമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ തിരുത്തി തരാം. ഈ ഒരു സങ്കല്പമാണ്. അപ്പോഴാണ് തീർത്തും വ്യാജ വാർത്ത കേട്ട് മോഹിതരായി അതിൻ്റെ ശരിതെറ്റ് സത്യമാണോ അസത്യമാണോ എന്ന് ഉറപ്പ് വരുത്താതെ മയ്യത്ത് നമസ്കാരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക വിശ്വാസത്തോടും ശാസ്ത്രത്തോടും സമ്പ്രദായത്തോടും തന്നെ ചെയ്യുന്ന അവഹേളനമാണെന്നേ ഞാൻ പറയൂ. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നൊരു വിവരം കേട്ടു, നമ്മളത് ഉറപ്പിക്കാതെ ശ്രാദ്ധം ചെയ്യോ, പിണ്ടദാനം ചെയ്യോ? ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഇപ്പോൾ വിദൂരത്തിലൊരിടത്ത് ഒരാൾ മരിച്ചു എന്നൊരാൾ വാർത്ത പറഞ്ഞാൽ അത് ഉറപ്പിക്കാതെ, മരിച്ചു എന്നുറപ്പിക്കാതെ ഒരിക്കലും അയാൾക്ക് പിണ്ടദാനം ചെയ്യില്ല. അതിന് തുല്യം തന്നെയായത്. ഇത് ശ്രാദ്ധമാണ്. ഈ മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞ ഒരു ശ്രാദ്ധമാണ്, ശ്രദ്ധയെ അർപ്പിക്കലാണ്. അത് വ്യാജ വാർത്തകളെ കേട്ട് ചെയ്യേണ്ടതല്ല. അപ്പോഴത്തേക്ക് വ്യാജ വാർത്ത ഇവിടുന്ന് ഒരുത്തൻ ഉണ്ടാക്കുന്നു, കോഴിക്കോട്ടുകാരനൊരുത്തൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മലപ്പുറംകാരനൊരുത്തൻ ഉണ്ടാക്കുന്നു. അയാളൊരു പത്രമാധ്യമത്തിലെ ജീവനക്കാരനാണ്, അയാളുടെ ഭാര്യയാണ് പോലീസിന് നേർക്ക് വിരൽ ചൂണ്ടിയിട്ടൊക്കെ വലിയൊരു നായികയായിട്ട് ചിത്രീകരിക്കപ്പെട്ടത്. അങ്ങനെ ആസൂത്രിതമായൊരു വ്യാജവാർത്താ പ്രചരണം നടക്കുമ്പോഴത്തേക്ക് ഉടനെ നിസ്കാരവും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സാമാന്യമായ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലേ ചില ആലോചനകളും ചില അന്തരംഗ ചർച്ചകളും മറ്റും ഉണ്ടായിട്ടുണ്ടെന്ന്. ഏതായാലും അത് ഇസ്ലാമിക ആചാരം എന്നുള്ള രീതിയിൽ ശരിയല്ല. മരിച്ചോന്ന് ഉറപ്പ് വരുത്താതെ മയ്യത്ത് നമസ്കാരം ചെയ്യില്ല. ചെയ്യുമോയെന്ന് ഏതെങ്കിലും ശുദ്ധമായി ഇസ്ലാം മതം ആചരിക്കുന്ന ഒരു വ്യക്തിയോട്, നല്ലൊരു വ്യക്തിയോട് ചോദിച്ചു നോക്കൂ, അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. വേദങ്ങൾ ഈശ്വരവാണിയാണെന്ന് അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഋച സാമാനി ജജ്ഞിരേ ഛന്ദാംസി ജജ്ഞിരേ തസ്മാത് യജു തസ്മാത് അജായത എന്നൊക്കെ സംഹിതയിൽ തന്നെ മന്ത്രമുണ്ട്. അപ്പോൾ ആ പരമപുരുഷനിൽ നിന്ന് ഋക്കും യജുസും സാമങ്ങളും ഒക്കെ ആവിർഭവിച്ചു. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതദ്യദൃഗ്വേദോ യജുർവേദ സാമവേദോ ധർവവേദ എന്ന് ഉപനിഷത് മന്ത്രമുണ്ട്. ഈ മഹാഭൂതത്തിൻ്റെ നിശ്വാസം പോലെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും ഒക്കെ പുറത്തേക്ക് വന്നു എന്ന്. അയത്നപൂർവമായി എന്നാണ് നിശ്വാസം പോലെ എന്ന് പറഞ്ഞ അർത്ഥം. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എത്ര പ്രാവശ്യം നിശ്വസിച്ചു നമുക്ക് ആർക്കും അറിയില്ല. നാം നിശ്വസിച്ചു,
അതുപോലെ അയത്നപൂർവമായിട്ട് വേദങ്ങൾ പുറത്ത് പ്രകടമായി. ഈശ്വരനിൽ നിന്നാണ് വേദങ്ങൾ പ്രകടമായത്. വേദങ്ങളിൽ യജ്ഞങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. തീർച്ചയായിട്ടും വേദങ്ങളിൽ യജ്ഞങ്ങളുണ്ട്. യജ്ഞവിധാനങ്ങളുള്ളത് കൽപ്പങ്ങളിലാണ്, കൽപ്പശാസ്ത്രത്തിലാണ് വൈദിക യജ്ഞവിധാനങ്ങളുള്ളത്. അതിലൂടെ ഈശ്വരാരാധന ചെയ്യുന്നു ഇല്ല, ഒരു തെറ്റിദ്ധാരണയാണ്. വൈദിക യജ്ഞങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ ദേവതകളെ ആരാധിക്കുന്നു. ഇന്ദ്രനെ, അഗ്നിയെ, വരുണനെ, രുദ്രനെ, അങ്ങനെ ത്വഷ്ടാവിനെ, അശ്വിനി കുമാരന്മാരെ, അങ്ങനെ പല ദേവതകളെ യജ്ഞങ്ങളിലൂടെ ആരാധിക്കുന്നു. വാസ്തവത്തിൽ പൂർവ്വമീമാംസകന്മാരെ സംബന്ധിച്ച് ഈശ്വരോപാസന എന്നുള്ളൊന്നില്ല തന്നെ. കർമ്മങ്ങൾ സ്വയം ഫലപ്രദമാണ്. അവിടെ കർമ്മങ്ങളാണ് ഫലം പ്രദാനം ചെയ്യുന്നത്. ക്ഷേത്രാരാധനയെക്കുറിച്ച് വേദങ്ങളിൽ പരാമർശമുണ്ടോ? മനസ്സിലാക്കിയെടുത്തോളം ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ, എപ്പോഴാണ് ക്ഷേത്രാരാധനയ്ക്ക് തുടക്കം കുറിച്ചത്? നമുക്കറിയില്ല. അതിപ്രാചീനമായ, കാലം നിർണയിക്കാനാവാത്ത വാൽമീകി രാമായണത്തിൽ ധാരാളം ക്ഷേത്ര പരാമർശങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിൽ അവിടെ ക്ഷേത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ വിവിധ ഇനം പൂജകളും വഴിപാടുകളും നടത്തുന്നതിനെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പരാമർശമുണ്ട്. ദേവതായതനങ്ങളിൽ, ദേവാലയങ്ങളിൽ കൗസല്യാദേവി പൂജകൾ നടത്തിച്ചത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു രാജ്യം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ രാജാവ് ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ക്ഷേത്രങ്ങളെ ഭംഗിയായി പരിപാലിക്കണം എന്ന് പറയുന്നുണ്ട്. അത് പഠിച്ചിട്ടാവും നമ്മളെ സർക്കാരൊക്കെ ദേവസ്വം നന്നായി പരിപാലിക്കുന്നത്. അപ്പോൾ വാൽമീകി രാമായണം പോലെ പ്രാചീനമായ ആദികാവ്യത്തിൽ, ആദ്യേതിഹാസത്തിൽ ക്ഷേത്രമുണ്ട്. പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ധാരാളം ക്ഷേത്രങ്ങളെ നമുക്ക് കാണാം. എപ്പോഴാണ് നമുക്കറിയില്ല വന്നത്, അതിപ്രാചീനമാണെന്ന് മാത്രം പറയാം. വേദമന്ത്രങ്ങളാണോ ക്ഷേത്രപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്? ക്ഷേത്രപൂജകളിൽ വേദമന്ത്രങ്ങളും അല്ലാതെ മന്ത്രശാസ്ത്ര പ്രതിപാദിതമായി വേദാനുസാരം വന്ന മന്ത്രങ്ങളും വിനിയോഗിക്കുന്നുണ്ട്. മന്ത്രശാസ്ത്രം വളരെ വലിയൊരു ശാസ്ത്രമേഖലയാണ്. അതൊരു ഗുരുപദേശം വഴി പ്രചരിതമായി നിലനിൽക്കുന്നതുമായ അതിവിശദമായ ഗൂഢമായ ഒരു ശാസ്ത്രശാഖയാണ് മന്ത്രശാസ്ത്രങ്ങൾ. ആ മന്ത്രശാസ്ത്രങ്ങൾക്കനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങളും വേദമന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ചില ക്രിയകൾക്ക്, താന്ത്രിക ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ശുദ്ധമായിട്ട് വേദത്തിലുള്ളതാണ്. ചിലത് അങ്ങനെയല്ല, ഈ പറഞ്ഞ മന്ത്രശാസ്ത്രങ്ങളിലൂടെ വന്നതാണ്. വേദങ്ങളും താന്ത്രിക വിധികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവ രണ്ടും ഒന്ന് തന്നെയാണ്. സയൻസും ടെക്നോളജിയും പോലെയാണ് വേദവും തന്ത്രവും. ശുദ്ധശാസ്ത്രവും ആപേക്ഷിക ശാസ്ത്രവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതുപോലെയാണ് അറിവും തന്ത്രവും നിൽക്കുന്നത്. അന്യമല്ല, ഭിന്നമല്ല. വർഷം തോറും അന്തരീക്ഷ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിഭീഷണമായ രീതിയിലാണ് ഈ അന്തരീക്ഷ വ്യതിയാനം സംഭവിക്കുന്നത്. താപനില കുത്തനെ ഉയരുന്നു, താപനില കുത്തനെ താഴുന്നു. ഈ പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. വലിയ കാലാവസ്ഥാ വ്യതിയാനമാണ് അനുഭവപ്പെടുന്നത്. ധ്രുവങ്ങളിൽ വലിയ ഹിമശൃംഗങ്ങൾ
ഉരുകി ഒലിക്കുകയാണ്. കട്ട പിടിച്ച അനേകം ഹിമപാളികൾ വെള്ളമായി കൊണ്ടിരിക്കുകയാണ്. അതിഭീഷണമാണ്. മോട്ടോർ വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും ബഹിർഗമിക്കുന്ന ഹരിതഗൃഹവാതകങ്ങൾ ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടെന്നാണല്ലോ ശാസ്ത്രകാരന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും മറ്റും ഫലമായി ഭാവിയിൽ മുംബൈ പോലുള്ള പല ഇന്ത്യൻ നഗരങ്ങളും വെള്ളത്തിനടിയിലാവുമെന്നും പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പല നഗരങ്ങളും ഭാരതത്തിലല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പട്ടണങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലാവും. അതിൽ വളരെയധികം ഭീഷണി നേരിടുന്നതാണ് മുംബൈ, എറണാകുളം. മുംബൈ, എറണാകുളം. ഇനിയെങ്കിലും മാനവ സമൂഹം ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വിപത്തിലേക്കല്ലേ ഇത് പോകുന്നത്? തീർച്ചയായിട്ടും അതിഭീഷണമായൊരു ഭാവിയാണ് നമ്മുടെ വരും തലമുറകളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു സെക്കൻഡ് മതി അമ്മയ്ക്കൊന്ന് മാറ്റിമറിക്കാൻ. ഒരു സെക്കൻഡ് മതി ഇതൊക്കെ ഉണ്ട് മാറ്റിമറിഞ്ഞ്. ഇപ്പോൾ ചൂടുള്ള സ്ഥലമാണ് തണുപ്പാവുക, ഇപ്പോൾ തണുപ്പുള്ള സ്ഥലം ചൂടാവുക, ഇപ്പോൾ വെള്ളമുള്ള സ്ഥലം കരയാവുക, അപ്പോൾ കരയായ സ്ഥലം വെള്ളമാവുക. ഇതിനൊക്കെ ഒരു സെക്കൻഡ് മതി. ഉള്ളിൽ കത്തി ജ്വലിച്ച് നിൽക്കണ സാധനപ്പുള്ളതിൻ്റെ ഇത് വലിയൊരു ഫുട്ബോൾ പോലൊരു സാധനം, അതിൻ്റെ പുറത്തൊരു പപ്പടം ഒട്ടിച്ചതുപോലെ അപ്പോൾ ഈ ഭൂമീൻ്റെ കിടപ്പേ. ഇതിൻ്റെ ഉള്ളിലിപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഒന്നിങ്ങോട്ട് പുറത്ത് വന്ന് ഇപ്പോൾ പുറത്തുള്ളതൊക്കെ കൊണ്ട് അകത്തേക്ക് പോകാൻ സെക്കൻഡ് വേണോ? അഹങ്കരിക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചാൽ തിരക്കേടില്ല. അപ്പം അമ്മ വിചാരിച്ചു വെച്ചാൽ അതൊക്കെ എളുപ്പം നടക്കും. എന്നാൽ നമ്മളും കൂടി വിചാരിച്ചാൽ നന്ന്, അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ നന്ന്. വൈദ്യുത വാഹനങ്ങൾ സാർവത്രികമാക്കുന്നത് ഇതിനൊരു പരിഹാരമാകുമോ? സത്യസന്ധമായി പറയട്ടെ, മറുപടി പറയാൻ അറിയില്ല. അതെന്താ സ്വാമി, ഒഴിഞ്ഞു മാറുകയാണല്ലോ? അല്ല, ഒഴിഞ്ഞു മാറുകയല്ല, അറിയാത്തതുകൊണ്ടാണ്. കാരണം എനർജി സോഴ്സ്, നമ്മൾ ഊർജത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്രോതസ്സ് എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകൃതിയിൽ നിന്ന് എടുക്കണം തന്നെയാണ്. വളരെ ദുർലഭമായി ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ബാറ്ററികൾക്കുള്ള ദ്രവ്യം ഉണ്ടാക്കുന്നത്. അപ്പം അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന അതിഭീഷണങ്ങളായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. പക്ഷേ തത്കാലത്തേക്ക് അത്രേ പറയാൻ അറിയുള്ളൂ, അറിയാത്തതുകൊണ്ടാണ്. തത്കാലത്തേക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് സോളാർ എനർജിയുടെ, അതുപോലെ ഇലക്ട്രിക്കൽ എനർജിയുടെ വിനിയോഗം. തൽക്കാലത്തേക്ക് ഇപ്പം ഇന്ന് നമുക്ക് സാധിക്കുന്ന, ഈ ജനറേഷനിൽ സാധിക്കുന്ന, ഈ തലമുറയിൽ സാധിക്കുന്ന നല്ല പരിഹാരമാണ് വൈദ്യുത വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതിൽ തന്നെ സൗരോർജത്തെ വിനിയോഗിക്കുന്ന വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിന്ന് വ്യാപകമായിട്ട് വരുന്നുമുണ്ട്. ഇന്നിപ്പോൾ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു വൈദ്യുത വാഹനങ്ങൾ. വിവിധ രാജ്യങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ധാരാളം വൈദ്യുത വാഹനങ്ങളെ കാണുന്നുണ്ട്, ധാരാളം. അതിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ചാർജ് ചെയ്തിട്ട് കൂടുതൽ ദൂരം ഓടാൻ കഴിയായിക, ചാർജ് ചെയ്യാൻ സമയത്തിൻ്റെ പ്രശ്നം, അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റ ചാർജിങ്ങിന് 100-600 കിലോമീറ്റർ സുഖമായിട്ട് ഓടുന്ന, കയറ്റമടക്കം കയറുന്ന വാഹനങ്ങൾ, 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ ചാർജാകുന്ന വാഹനങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ടെസ്ല കാറുകൾ തന്നെ അത്ഭുതമാണ്. ഡ്രൈവർ അടക്കം വേണ്ട, താനെയാണ്ട് പോയി പാർക്ക് ചെയ്യണമൊക്കെ കാണാം. അവർക്ക് സുഖമായിട്ട് റോഡ് കൂടെ ഓടാനും കഴിയൂത്രേ. പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല ഒരു രാജ്യത്തിലും. പാർക്കിങ്ങൊക്കെ കാണുന്നുണ്ട്. എന്ത് കൃത്യമായിട്ടാണ് അടുക്കി വെച്ച വാഹനങ്ങൾ ഉള്ളിൽ കൂടെ ഒറ്റ പോക്ക് പാർക്കിങ്, അവിടെ നിന്നിട്ട് വരിക. അതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷേ വലിയ വിലയാണ്, താങ്ങാൻ പറ്റാത്ത വിലയാണിപ്പോൾ. അപ്പോൾ അത് ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ, ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ക്രമീകരിക്കപ്പെടും. അതുപോലെ സൗരോർജം ഉപയോഗിച്ചു കൊണ്ടുള്ള, പക്ഷെ ആ ഗുണത്തിനൊക്കെ വേറെ ചില ദോഷങ്ങളുണ്ടാവും. അതെന്താണെന്ന് കാലം തെളിയിക്കേണ്ടതാണ്.
പക്ഷെ ഇന്നത്തെ ഒരു നിലയ്ക്ക് ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ലോറികൾ, ട്രക്കുകൾ എല്ലാം വലിയൊരു പരിഹാരം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. സന്യാസിമാരെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നതിലൂടെ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ലോകഹിതാർത്ഥം വൈദിക പാരമ്പര്യത്തെ ലംഘിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താ ചിന്തയുടെ പോക്ക്! സമ്മതിച്ചിരിക്കുന്നു. വൈദിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ലംഘിച്ചു എന്നാരെങ്കിലും പറയാന്ന് വെച്ചാൽ അവർ പറഞ്ഞോട്ടെ. ശാസ്ത്രം മനുഷ്യ നന്മയ്ക്കാണ്, സമ്പ്രദായങ്ങൾ മനുഷ്യ നന്മയ്ക്കാണ്. കാലാനുസൃതമായി വ്യക്തി നന്മയും സമാജ നന്മയും മുൻനിർത്തിക്കൊണ്ട് എല്ലാ പരിവർത്തനങ്ങളെയും സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ സംവിധാനവും പാരമ്പര്യവും. ഇപ്പം കാലത്തിനനുസരിച്ച് വ്യക്തി നന്മയ്ക്കും സമാജ നന്മയ്ക്കും വേണ്ടുന്ന പരിവർത്തനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളും. അല്ലാതെ മുമ്പുള്ളതിൽ തന്നെ ഇരിക്കുക എന്നുള്ളതല്ല. മുമ്പ് കാലത്ത് മനുഷ്യൻ്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും വലിയ, ഏറ്റവും പരിവർത്തനകരമായ കണ്ടെത്തൽ അഗ്നിയുടെ കണ്ടെത്തലാണല്ലോ. അഗ്നി കണ്ടെത്തപ്പെടുന്നതോടുകൂടിയാണല്ലോ ബാക്കി എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പം അഗ്നിയെ നമ്മൾ ഉണ്ടാക്കിയത് അരണി കടഞ്ഞിട്ടായിരുന്നു. അപ്പം ഇന്നും അരണി കടഞ്ഞാൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്തൊക്കെ സംവിധാനമുണ്ട്. അരണി കടഞ്ഞുണ്ടാക്കണവരുണ്ടാക്കിക്കോട്ടെ, അതിന് നമുക്ക് വിരോധമില്ല. കാലം മുന്നോട്ട് പോയപ്പോൾ അരണിയുടെ സ്ഥാനത്ത് ഉത്തരാരണിയും അധരാരണിയാണല്ലോ. അപ്പോൾ അധരാരണിയുടെ സ്ഥാനത്ത് തീപ്പെട്ടിയും അതിൻ്റെ പ്രതലവും, ഉത്തരാരണിയുടെ സ്ഥാനത്ത് കൊള്ളിയും വന്നു. അങ്ങനെ കൊള്ളി വരച്ചിട്ട് കത്തിക്കാൻ തുടങ്ങി. നമ്മളത് സ്വീകരിച്ചു. കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ ഞെക്കിയാൽ കത്തുന്ന സമ്പ്രദായമായി. ഇപ്പോൾ കത്തിക്കേ വേണ്ട എന്നുള്ള സമ്പ്രദായമായിട്ടുണ്ട്. ചില ബട്ടൺ അങ്ങോട്ട് ഞെക്കുമ്പോഴത്തേക്ക് ഓക്കെ കത്തിക്കുക. ഇപ്പോൾ ബട്ടണും ഞെക്കണ്ട, വിളിച്ച് പറഞ്ഞാൽ മതി. ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുക, ഒന്നുകിൽ സിരിയോട് വിളിച്ച് പറയുക, അല്ലെങ്കിൽ അലക്സയോട് വിളിച്ച് പറയുക, നീ അടുപ്പ് കത്തിച്ചോളൂ കിട്ടുമോ, ഞാൻ വരുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അലക്സ വീട്ടിൽ അടുപ്പ് കത്തിച്ചു, അല്ലെങ്കിൽ സിരി അടുപ്പ് കത്തിച്ചു. ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുക, സിരി അടുപ്പ് കത്തിച്ചോളൂ, ഉടനെ അടുപ്പ് കത്തിച്ചു. എന്താ കാലത്തിൻ്റെ പോക്ക്! അപ്പം വലിയ വാശിയിൽ ഇത് പണ്ടത്തെ തന്നെ അരണി കടഞ്ഞ് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാപ്പോൾ ശരിയാവുക? അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹ ചിന്തയാണ് നമ്മുടേത്. ശാസ്ത്രപ്രചരണത്തിന്, ധർമ്മ സംസ്ഥാപനത്തിന് തീർച്ചയായിട്ടും സന്യാസിമാർ പ്രവർത്തിക്കേണ്ടുന്ന ആവശ്യമുണ്ടെന്നും അത്തരം സന്യാസിമാർക്ക് പഠിക്കാനും പഠിപ്പിക്കാനുമൊക്കെയുള്ള സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ, ഭഗവാൻ ഭാഷ്യകാരൻ, മഠങ്ങൾ സ്ഥാപിക്കുകയും മഠാമ്നായം രചിക്കുകയും അതിനെ തുടർന്ന് സന്യാസിമാർ ശാസ്ത്രപ്രചരണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അന്ന് കാലത്ത് ഉപയോഗിച്ച സംവിധാനങ്ങളാണോ ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത്? അല്ല. അപ്പം ഇതൊന്നും വൈദിക പാരമ്പര്യത്തെ ഇല്ലാതാക്കുകയല്ല, കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണിവിടെ. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. 100 കൊല്ലം അല്ലെങ്കിൽ 1000 കൊല്ലം മുമ്പ് പറഞ്ഞതുപോലെ പറയണമെന്ന് പറഞ്ഞാൽ ഒരു 10-20 പേരെ, ഏറി വന്നാൽ 50 പേരെ കേൾപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കാം. അതിൽ കൂടുതൽ കഴിയില്ല. എന്നാൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നു, സംസാരിക്കുന്നു, അപ്പോൾ ഇത്രയും പേര് കേൾക്കുന്നു. അപ്പോൾ ഒരാൾക്ക് 2 ആൾക്ക് പറഞ്ഞു കൊടുക്കണ ആയാസം ഇപ്പോൾ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ ആയാസം ഉപയോഗിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കേൾപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മുമ്പിൽ ചില ശിഷ്യന്മാരുണ്ട്, ഏറ്റവും നല്ല ശിഷ്യന്മാർ. ഇവിടെ മുമ്പിൽ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനുഷ്യന്മാരല്ല കേട്ടോ ഈ സാധനങ്ങൾ. അവരിത് പിടിക്കുകയാണ്. അവരെ പിടിച്ചിട്ട് ഒരാൾ ചിത്തമാണ്, അയാൾ ശേഖരിച്ച് വെക്കുകയാണ്, അത് ചിത്തമാണ്.
അയാൾ ശേഖരിച്ചു വയ്ക്കുന്നു. ഇവിടെ ചില സാധനങ്ങൾ ഇവിടെ 2 കാണുന്നുണ്ട്. അവരിങ്ങനെ ലോകം മുഴുവൻ വിടുക. അപ്പോൾ ഈ പ്രഭാഷണ പരമ്പര കഴിയുമ്പോഴത്തേക്ക് ഒരു 1000 ആൾക്കാർ ഇത് കാണുകയാണ്, ഇത് കേൾക്കുകയാണ്. 1000 ആൾക്കാർ കാണുന്നു, കേൾക്കുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് 100 ആൾക്കാർ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഷെയർ ചെയ്ത് ഒരു കൊല്ലാവുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് പേര് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയില്ല എത്ര പേരെന്ന്. കാരണം ഷെയർ ചെയ്ത് വിടുന്നതിനനുസരിച്ച് പല സൈറ്റിൽ നിന്നാണ് പോണത്. അദ്വൈതാശ്രമത്തിൽ നിന്ന് മാത്രം ഒരു കൊല്ലം കൊണ്ട് ഒരു 75,000-80,000 പേര് ഈ മുതലക്കുളം പ്രഭാഷണം കേൾക്കുന്നു. തീരണില്ല. അപ്പോൾ ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എത്ര ലക്ഷം പേരാ കാണുകയും കേൾക്കുകയും ചെയ്യണത്. അപ്പോൾ വേദ പാരമ്പര്യത്തെ നമ്മൾ നശിപ്പിക്കുകയാണോ ചെയ്യണത്, പ്രചരിപ്പിക്കുകയാണോ ചെയ്യണത്? പ്രചരിപ്പിക്കുക ചെയ്യണത്. ഇതിന് കാരണക്കാരനാരാ? ശങ്കരാചാര്യ സ്വാമികളാ, വേറെ ആരുമല്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യ മധ്യമാം എന്ന് പറയണത്. അത് ശ്രദ്ധിക്കുക. ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് വേദമന്ത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ചെറിയ ശബ്ദത്തിൽ പുറമെ കേൾപ്പിക്കുമ്പോൾ സ്വസ്വരമുള്ള വേദമന്ത്രം കേൾക്കാനും ആ ഒരു ആനന്ദം അനുഭവിക്കാനും കഴിയും. അപ്പോൾ ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങളെ ചെയ്യുക. അത് വേദത്തിൻ്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുക അല്ല ചെയ്യണത്, മറിച്ച് പ്രചരിപ്പിക്കുന്നതിലൂടെ പരിശുദ്ധിയെ വ്യാപിപ്പിക്കുക ചെയ്യണത്. ശ്രദ്ധിക്കുക. ഇന്നലെ അങ്ങയുടെ പ്രഭാഷണത്തിൽ കർമ്മണ്യേവ അധികാരസ്ഥ എന്ന ശ്ലോകം വിവരിക്കുന്നത് കേട്ടു. സന്തോഷം, നന്നായി. ഇവിടെ ഈ വർഷം, ഇവിടെ പറഞ്ഞാൽ ഇവിടെ എവിടെ അറിയില്ല, ഇവിടെ ഏതാണെന്നറിയില്ല, ഇവിടെ നിന്നാണ് ഇപ്പോൾ എഴുതിയത്. ഈ വർഷം നാളിതുവരെ ശമ്പളം കിട്ടിയില്ല. നമ്മളത് പ്രതീക്ഷിക്കരുതെന്നാണോ അർത്ഥമാക്കേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അഥവാ ജോലി ചെയ്യുന്നത് തന്നെ ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ലേ? പ്രതീക്ഷിച്ച് ശമ്പളം ജോലി ചെയ്തോളൂ, വേണ്ട പറഞ്ഞില്ലല്ലോ. കൂലിക്ക് വേണ്ടി ജോലി ചെയ്യരുത്, ജോലിക്ക് കൂലി വാങ്ങിക്കോളൂ. രണ്ടും രണ്ടാ. കൂലിക്ക് വേണ്ടി ജോലി ചെയ്യരുത്, ജോലിക്ക് കൂലി വാങ്ങിക്കോളൂ. ചെയ്ത ജോലിക്ക് കൂലി വാങ്ങണം. ആര് പറഞ്ഞു വാങ്ങണ്ടെന്ന്? വാങ്ങണം. പക്ഷെ നമ്മൾ കൂലിക്ക് ജോലിയായി പോവരുത്, ജോലിക്ക് കൂലിയാവണം. ഒന്ന് വ്യക്തമാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗീത എന്ന് പറഞ്ഞാൽ തെക്കേലെ ഗീതയാണോ വടക്കേലെ ഗീതയാണോ അയൽക്കാരി ഗീതയാണോ എന്ന് അറിയാത്ത ആൾക്കാർക്ക് പോലും അറിയുന്ന 2 ശ്ലോകാർത്ഥങ്ങളുണ്ട്. ഒന്ന്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. അത് ഘോരം പ്രസംഗിക്കും. അപ്പുറത്തേക്ക് ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയില്ല, അത് പറഞ്ഞാൽ പോയിട്ടോ, അത് പറയില്ല. 2, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. പണിയെടുക്കാനേ നിനക്ക് അധികാരമുള്ളൂ, കൂലി ചോദിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില മേലാളന്മാർക്ക് കൊടുത്ത വാക്യമാണിത്. പണിയെടുക്കാനേ അധികാരമുള്ളൂ, കൂലി ചോദിക്കരുത്. അങ്ങനെ ഒരർത്ഥം അതിനില്ല, അങ്ങനെ അർത്ഥമില്ല. പിന്നെന്താ അർത്ഥം? യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് പറഞ്ഞു. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുമ്പോൾ ഒരാൾക്ക് കിണർ, കുളം തുടങ്ങിയ പരിമിത ജലാശയങ്ങളിൽ എത്ര താല്പര്യമുണ്ടോ അത്ര താല്പര്യമേ ഉള്ളൂ സർവാത്മദൃഷ്ടി ഉറച്ച വിജ്ഞാനിക്ക് വൈദിക കർമ്മങ്ങളിൽ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അയാൾ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പോണില്ല, അയാൾ സന്യാസനിഷ്ഠയിൽ ജീവിക്കണു. അപ്പോൾ ഇത് കേട്ടിട്ട് അർജുനന് തോന്നുകയാണ്, ഞാനും ഒരു സന്യാസി തന്നെ.
അപ്പം എനിക്കും കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല എന്ന് തോന്നിയാൽ ഉടനെ ഭഗവാൻ പറയുകയാണ്, എടേ നിനക്കിത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, കർമ്മണ്യേവാധികാരസ്തേ, നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. മാ ഫലേഷു കദാചന, അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, നിനക്ക് ഫലത്തിൽ അധികാരമില്ല. ഫലം നമുക്ക് വരുന്നത് കർമ്മദ്വാരേണയാണ്. നമുക്ക് നേരിട്ട് ഫലത്തിൽ അധികാരമില്ല. കർമ്മം വഴി നമുക്ക് ഫലത്തെ സ്വാധീനിക്കാം. നല്ലോണം കർമ്മം ചെയ്തോളൂ, നല്ലോണം ഫലം വരും. ചീത്തയായിട്ട് കർമ്മം ചെയ്തോളൂ, ദോഷമായിട്ട് ഫലം വരും. കർമ്മം ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. കർത്തും അകർത്തും അന്യഥാ കർത്തും സ്വാതന്ത്ര്യം വേണം, അധികാരമുണ്ട് എന്ന് പറയണമെങ്കിൽ. ഞാനിവിടെ ഈ മൈക്രോഫോണിലൂടെ സംസാരിക്കുകയാണ്. എനിക്ക് പറയാം, പറയാതിരിക്കാം, എൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത് പിടിച്ച് പൊട്ടിക്കാൻ എനിക്ക് അധികാരമില്ല. ഞാൻ പിടിച്ച് പൊട്ടിക്കാൻ നോക്കി അപ്പം അയാൾ വരും, എന്താ അത് സ്വാമി ചെയ്യണത്, ഇതിന് നിങ്ങളിപ്പം ഇത് പൊട്ടിക്കാനല്ലല്ലോ ഞങ്ങളിവിടെ കൊണ്ടുവച്ചത് എന്ന് പറയില്ലേ? പറയും. അപ്പം എനിക്കിതിൽ അധികാരമുണ്ടോ? ഇല്ല. അപ്പം കർത്തും അകർത്തും അന്യഥാ കർത്തും സ്വാതന്ത്ര്യം. ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥാ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലാണ് അതിന് അധികാരം എന്ന് പറയുക. കർത്തും അകർത്തും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അന്യഥാ കർത്തും സ്വാതന്ത്ര്യം ഇല്ല. ഇവിടെ ഈ പറഞ്ഞതിൽ അവിടെ അഗ്നി ജ്വാലയുണ്ട് ആ വിളക്കിൽ, എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോവാം, എന്നിട്ട് ആ അഗ്നിയിലേക്ക് വിരലിങ്ങനെ ഇട്ട് വയ്ക്കാം. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് അധികാരം ഉണ്ടല്ലോ. അത് ചെയ്യാതെ ഇവിടെ ഇരിക്കാം. എന്നാൽ അത് സ്പർശിച്ചാൽ കൈ പൊള്ളും എന്നുള്ളതിൽ എനിക്ക് അധികാരമുണ്ടോ? ഏയ്, പൊള്ളും, ഉറപ്പാ. ഇവിടെ ഈ സാധനമൊക്കെ പ്രവർത്തിക്കണത് അവിടെ ഇലക്ട്രിക് പോയിൻ്റ് വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് എണീറ്റ് പോയിട്ട് ആ പ്ലഗ് പോയിന്റിലേക്ക് വിരലിടാം, ഇടാതിരിക്കാം. പക്ഷെ ഇട്ടാൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നുള്ളതിലും പരിഹാരം എനിക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അപ്പോൾ കർമ്മം ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്, ഫലത്തിൽ എനിക്ക് അധികാരം ഇല്ല. അത് സ്വാഭാവികമായിട്ട് വരുന്നതാ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ മതിയാവും. ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാം. ഇതിനർത്ഥം പണിയെടുത്താൽ മതി, കൂലി ചോദിക്കേണ്ടെന്നൊന്നും അല്ല. ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള, നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട് നമ്മൾ വശപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം അതിനു വേണ്ടിയെങ്കിലും അവർ ഗീതയുടെ ഒരറ്റെങ്കിലും ഒന്ന് തൊട്ടുമല്ലോ. ഒരറ്റം തൊട്ടാൽ പിന്നെ ഒന്നും കൂടി തൊടണം തോന്നും. അങ്ങനെ അവർ ഗീതയെ തൊട്ടോളും. അതൊരു സന്തോഷമാണ്. ശരി, നമ്മൾ സാധനാ പദ്ധതി പരിശീലിക്കുമ്പോൾ എങ്ങനെയാണത് സ്വീകരിക്കേണ്ടത്? ഗുരുനാഥൻ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ സാധനാ പദ്ധതി പിന്തുടരുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ നിരീക്ഷണ പാടവത്തോടെ ശ്രദ്ധയോടെ സാധനാ പരിശീലനം നടത്തുകയും നമ്മുടെ പ്രൊപ്പൻസിറ്റീസ് കുറയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് യോജിച്ച മറ്റൊരു പദ്ധതി തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോവുകയാണോ വേണ്ടത്? ഈ പ്രൊപ്പൻസിറ്റീസ് എന്തിനാ അപ്പോൾ കുറയണത്? സാധന കൊണ്ട് എന്തെങ്കിലും ഒന്നിനെ അടിച്ചമർത്തലാണോ ഉദ്ദേശിക്കണത്? അതിരിക്കട്ടെ. ഒരു ഗുരുനാഥൻ നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധയോടുകൂടി ആ അനുഷ്ഠാനത്തെ നമ്മൾ തുടരണം. ആ ഗുരുനാഥൻ തന്നെ പറഞ്ഞു തരും അതിന് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത്. ആ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ പല സംശയങ്ങളും ജനിക്കും. അങ്ങനെ സംശയം ജനിക്കുമ്പോൾ അതേ ഗുരുനാഥനെ പ്രാപിച്ച് സംശയ നിവൃത്തി വരുത്തണം. വേറൊരാളോടല്ല ചോദിക്കേണ്ടത്. അപ്പോൾ ഗുരുനാഥൻ ആ ഘട്ടത്തിൽ നമ്മളെ ഉയർത്തും. അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും സംശയങ്ങൾ വരും. അപ്പോൾ അതേ ഗുരുനാഥനെ പ്രാപിക്കാം. അങ്ങനെ 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 സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകണം. എന്തായാലും ഗുരുവിലുള്ള ഉറച്ച ശ്രദ്ധ, സത്യത്വ ബുദ്ധി സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകാൻ അനിവാര്യമാണ്.
ഭിക്ഷാടന മാഫിയ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മുന്നിലെത്തി കൈനീട്ടുന്ന ഭിക്ഷക്കാരന്, പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ കൊച്ചു കുട്ടികൾക്ക് ഭിക്ഷ നൽകുന്ന ഈ സമയത്ത് അവർ ഏതോ ഭിക്ഷാടന മാഫിയകളുടെ പിടിയിലുള്ളവരാണെന്ന് തോന്നിപ്പോകുന്നു. ഭിക്ഷാടകരെ സംരക്ഷിക്കുന്ന സംവിധാനം നമുക്കില്ലേ? ഗവൺമെൻറ് ആ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭിക്ഷാടന മാഫിയ കൂടുന്നുണ്ടാവാം, പക്ഷെ ഭിക്ഷാടകരുടെ എണ്ണം മൊത്തത്തിൽ കുറയുക തന്നെയാണ്. നമുക്കൊക്കെ അനുഭവമുള്ള വിഷയമാവും. പൊതുവെ ഭിക്ഷാടകരുടെ എണ്ണം കുറയുക തന്നെയാണ്. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ഭിക്ഷാടകരുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഭിക്ഷാടകരില്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ എന്ന് അറിയില്ല. പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടിയ രാജ്യങ്ങളിലും ഭിക്ഷാടനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഇല്ലാത്ത രാജ്യം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ കണ്ടെടുത്തോളം കണ്ട രാജ്യങ്ങളിലൊക്കെ ഏറെക്കുറെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിന് പല രീതികളാണെന്ന് മാത്രം. എല്ലാ രാജ്യങ്ങളിലും ഒരേ രീതിയിലല്ല ഭിക്ഷാടനം ചെയ്യുക, പല രീതികളിലാണ്. ഭാരതത്തെ സംബന്ധിച്ച് ഭിക്ഷാടനത്തിൻ്റെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഉള്ളത് വളരെ ഖേദകരമായൊരു വിഷയം എന്താ വെച്ചാൽ, സാധാരണ ഭിക്ഷാടകർ അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ജീവസന്ധാരണത്തിന് വേണ്ടി ഭിക്ഷാടനം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വലിയ റാക്കറ്റുകളാണ്, വലിയ മാഫിയയാണ്. അതിൽ പിടിച്ച് അടയ്ക്കപ്പെട്ടവരാണ് പലരും. അവരോരോ സീസൺ വരുമ്പോൾ ഓരോ സ്ഥലത്ത് ഇറക്കി വിടപ്പെടും. ആ സീസൺ കഴിയുമ്പോൾ അവിടുന്ന് കയറ്റി വിടപ്പെടും. വലിയ പ്രശ്നമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെയൊക്കെ അടുത്ത് അങ്ങനെ കൊണ്ടിടുക തന്നെയാണ് ചെയ്യുക. കൈ പൊട്ടിച്ചിട്ട്, കാല് പൊട്ടിച്ചിട്ട്, കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് ഒക്കെ ആയിട്ട്. എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക? ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് ഉയരുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മാഫിയകളുടെ പ്രവർത്തനം ഉണ്ടാവരുത്. അതേ സമയത്ത് ഭിക്ഷാടനം നിരോധിക്കുക എന്നൊന്നും പറഞ്ഞാൽ അതിനോട് യോജിപ്പില്ല. നമ്മളെയൊക്കെ കാര്യം പോക്കാ. ഇപ്പോൾ സന്യാസിമാരൊന്നും വേണ്ടെന്നാണ് പറയണത്. അങ്ങനെ നമ്മളുടെ ശാപ്പാട് തീരെ ഇല്ലാണ്ടാക്കരുതേ. ചില സ്ഥലത്തൊക്കെ ഭിക്ഷാടന നിരോധിത മേഖല എന്നൊക്കെ കാണുമ്പോൾ ഭഗവാനെ ഇനിയിപ്പോൾ എങ്ങനെയാണ് ശാപ്പാട് കഴിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. ഇതുവരെ മുട്ടിയിട്ടില്ല കേട്ടോ. ഭിക്ഷാടനം വളരെ ഉത്കൃഷ്ടമാണ്. ഭാരതീയ സങ്കല്പമനുസരിച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സാധനാ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഒന്നാണ് ഭിക്ഷാടനം. ഏറ്റവും ഉയർന്ന ഒന്നാണ്. നിർബന്ധമായും സന്യാസ ദീക്ഷയ്ക്ക് മുമ്പായിട്ട് നൈഷ്ഠിക ബ്രഹ്മചര്യ കാലത്തെങ്കിലും കുറേ ഭിക്ഷാടനം ചെയ്യണം. വലിയ സാധനയാണ് ഭിക്ഷാടനം. ആ ഒരു വലിയ ഉത്കൃഷ്ടമായ ദൃഷ്ടിയിൽ ഭിക്ഷാടനത്തെ കാണുന്ന ഒരു സംസ്കൃതിയാണ് നമ്മൾ കടന്നു വന്നതും ശീലിച്ചതും ഇപ്പോൾ വർത്തിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുക. അപ്പോൾ മുമ്പിൽ വന്നൊരാൾ കൈ നീട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതൊരു വിഷയമാണ്. കൊടുത്താൽ വലിയൊരു ദുരന്തത്തിന് താനും കൂട്ടു നിൽക്കുന്നു. കൊടുക്കാതിരുന്നാൽ അയ്യോ, ഒരു കുഞ്ഞ് ചോദിച്ചിട്ട് എങ്ങനെയാണ് അപ്പോൾ കൊടുക്കാതിരിക്കുക? അത് ഉള്ളിലൊരു വിഷമമുണ്ടാക്കുന്നു. ഇത് പ്രായോഗികമായൊരു പ്രശ്നമാണ്. ഇതിന് ചിദാനന്ദപുരസ്വാമി എന്തായാലും മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ അത് വിരുദ്ധവും. എന്നാലും വിരുദ്ധമാണെങ്കിലും സ്വാമി പറയൂ, ആരാ തരണത്? ഭഗവാൻ. ആരാ ചോദിക്കണത്? അവിടുന്ന് തന്നെ. ഇതിലടങ്ങി ഉത്തരം. അതിൽ കവിഞ്ഞ് എനിക്കൊന്നും അറിയില്ല. മാഫിയാണോ, ഇത് തട്ടിപ്പാണോ,
ഇത് ദോഷം ചെയ്യോ, ഇത് ഗുണം ചെയ്യോ? എനിക്കൊന്നും അറിയില്ല ഭഗവാനെ. അവിടുന്ന് തന്നു, അവിടുന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ കൊടുക്കണോ കൊടുക്കണ്ടയോ തീരുമാനിക്കുക, അത്രേ അറിയുള്ളൂ എന്ന് ചിദാനന്ദസ്വാമി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ ആരും ആക്ഷേപിക്കാൻ വരണ്ട. ആക്ഷേപിച്ചാൽ അതും നമ്മളെ ഭിക്ഷപാത്രത്തിൽ കിടക്കും. അത്രയേ ഉള്ളൂ. ഒരു വിരോധവും ഇല്ല അതിനോടൊന്നും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞതാണ്. ഭഗവാനെ, അതൊക്കെ ഇപ്പോൾ വേണോ നമ്മളെ ചർച്ചയിൽ? അവർക്ക് പല അസുഖങ്ങളും വന്നു. ഡോക്ടറെ കാണിച്ചു. അസുഖം ഭേദമാവാതിരുന്നപ്പോൾ ജ്യോത്സ്യനെ കണ്ടു. നിങ്ങൾക്കാരോ മാരണം ചെയ്തതാണ്, അതുകൊണ്ടാണ് രോഗം മാറാത്തത്. പ്രതിവിധിയായി കുറേ വഴിപാടുകളും വീട്ടിൽ നടത്താനുള്ള ഹോമവും കുറിച്ചു കൊടുത്തു. എല്ലാം ചെയ്തപ്പോൾ അസുഖം ഭേദമായി. സ്വാമിജി, ഇതിൽ വല്ല സത്യമുണ്ടോ? ഉണ്ടല്ലോ, എന്താ ഇല്ലാണ്ട്? അതിലെന്താ ഇല്ലാതെ? സത്യമുണ്ട്. പുരോഗമനവാദം പറയുന്ന പലരും ഇതിൽ വിശ്വസിച്ച് പോകാറുണ്ട്. അതിൽ വസ്തുത ഇല്ലാന്ന് അവരുടെ അനുഭവമല്ലേ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആളെ പറഞ്ഞ കാര്യം എന്നോട് ചോദിക്കണോ? അവരുടെ അനുഭവമല്ലേ ഇപ്പോൾ അത്. അവരുടെ അനുഭവമാണ് മാറിയെന്നുള്ളത്. അവരുടെ പ്രശ്നം തീർന്നു, അതുപോലെ അവർക്ക് സന്തോഷമായി. അത് ചിദാനന്ദസ്വാമിയോട് ചോദിക്കണത് എന്തിനാ? ഉണ്ടോ ഇല്ലയോ എന്ന് അവരോടല്ലേ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? രോഗം ഉണ്ടായിരുന്നോ? ഇത് ചെയ്തപ്പോൾ മാറിയോ? മാറി. പിന്നെ എന്തിനാ ഇങ്ങോട്ട് ചോദിക്കണത്? ഇതുപോലെ തന്നെ വേറൊരാൾക്ക് രോഗം വന്നു, അയാൾ ആശുപത്രിയിൽ പോയി, മരുന്ന് കഴിച്ചു, മാറിയോ? മാറി. അതിൻ്റെ അനുഭവമാണ്. ചിലത് ആശുപത്രിയിൽ പോയാൽ മാറില്ല, ചിലത് ഈ മന്ത്രവാദം ചെയ്താലും മാറില്ല. എല്ലാത്തിനും എല്ലാം പരിഹാരമല്ല, ഓരോന്നിനും ഓരോ പരിഹാരമാണ്. ഇതിനെ നിരസിക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം ശരീരഗതമായ രോഗത്തെ ഉണ്ടാക്കുന്നത് ശരീരം തന്നെയാണ്. ശരീരത്തിലെ സ്രവങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ മനസ്സിനെ ആശ്രയിക്കാൻ ഉറച്ച ഒരു അധിഷ്ഠാനം ഈ പൂജ കൊണ്ടും മന്ത്രവാദം കൊണ്ടും ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിണാമം ഉണ്ടാവും. തള്ളിപ്പറയാനൊന്നും പറ്റില്ല. നമ്മളെ മുഴുവൻ ശരീരത്തിലെ മുഴുവൻ സെക്രീഷൻസ്, അതിപ്പോൾ ഹോർമോണുകളുടെ മാത്രവുമല്ല, വൈദ്യുത പ്രവാഹങ്ങൾ, നാഡികളിലൂടെ വൈദ്യുത പ്രവാഹം ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സിസ്റ്റം തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ അതിനങ്ങോട്ട് ഉറച്ച് ആശ്രയിക്കാനുള്ളൊരു ശ്രദ്ധ, ഒരു ആസ്പദം കിട്ടുന്നത് എവിടെയാണോ അത് നല്ലതാ. വിശ്വാസത്തിന് അങ്ങനെയാണ് ഈ പ്രാർത്ഥന കൊണ്ടൊക്കെ രോഗം മാറണത്. പൂജ കൊണ്ട് പ്രാർത്ഥന കൊണ്ടൊക്കെ രോഗം മാറണ അങ്ങനെയാണ്, വലിയ ഫലമുണ്ട്. അപ്പോൾ സ്വാമി അതിൻ്റെ പേരിൽ ചൂഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇപ്പോൾ ചികിത്സയുടെ പേരിൽ ചൂഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും. മന്ത്രവാദിയും ചൂഷണം ചെയ്യാം, ഡോക്ടറും ചൂഷണം ചെയ്യും, വൈദ്യനും ചൂഷണം, എല്ലാം ചൂഷണം ചെയ്യും. അത് വേറെ വിഷയം. മാരണം ഇത് ആർക്കെങ്കിലും ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുമോ? കത്തി ഉപയോഗിച്ചിട്ട് കറിയുടെ കഷ്ണങ്ങളൊക്കെ നുറുക്കി കറി ഉണ്ടാക്കി കഴിച്ചു, പുഴുക്ക് കഴിച്ചു, സുഖം. അതേ കത്തി കൊണ്ട് വേറൊരാളുടെ കഴുത്തിന് മുറിച്ചു, അത് കഷ്ടായി. ഇത് രണ്ടും ഒരേ കത്തി കൊണ്ട് സാധിക്കും. ഒരേ വാക്കുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കാനും കഴിയും, അകറ്റാനും കഴിയും. ഇപ്പോൾ ഇവിടെ ഇരുന്നത് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ അങ്ങനെ കേട്ടിരിക്കുക. ഇവിടെ തന്നെ ഈ പറഞ്ഞ രീതി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പുറത്തും ഞാൻ അകത്തും ആവും. അതെ, സംശയമില്ല. ഈ പറഞ്ഞ ഒന്നൊരു രീതിയൊക്കെ അതിന് മാറ്റിയാൽ മതി. നിങ്ങളൊക്കെ പുറത്ത്, ഞാൻ അകത്ത്. എവിടെ സ്വാമി? എവിടെ? അഴീൻ്റെ ഉള്ളിലായി പഴി എണ്ണാണ് എന്ന് പറയും. അപ്പം അകത്തും പുറത്തും ആക്കാനൊക്കെ ഈ വാക്കിന് കഴിയും, ചിന്തകൾക്ക് കഴിയും. എങ്കിൽ അതിസൂക്ഷ്മങ്ങളായ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന മന്ത്രങ്ങൾക്ക് ഗുണകരമായും ദോഷകരമായും പ്രവർത്തിക്കാൻ കഴിയും. കഴിയില്ല എന്നൊന്നും പറയരുത്. അങ്ങനെ മന്ത്രശക്തി ഇല്ല എന്നൊന്നും പറയരുത്. കണ്ട് അതുകൊണ്ട് മാരണമില്ല, വശീകരണം ഇല്ല, ഉച്ചാടനം ഇല്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അതിനൊന്നും പോണ്ടാട്ടുവോ, പോവാത്ത നല്ലത് ഇല്ല എന്ന് പറയരുത്. കത്തി കൊണ്ട് ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല എന്നൊന്നും പറയരുത്. നമ്മൾ അതിന് പോണ്ട, നമ്മൾ കത്തി എടുത്തിട്ട് കൂട്ടാനും കഷ്ണം നുറുക്കി കഴിച്ചോളുക. അതുപോലെ നമ്മുടെ മന്ത്രശക്തിയെ തെറ്റായി വിനിയോഗിക്കാൻ ആരും പോകരുത്. ശുദ്ധമായിട്ടുള്ള വിനിയോഗം മാത്രം ചെയ്യുക.
അതാണ് പറയാനുള്ളത് മാരണത്തെ സംബന്ധിച്ച്. ഇനി മറ്റത് മന്ത്രവാദി ചെയ്തു കൊടുത്ത ഉപകാരമാണല്ലോ, അവരുടെ രോഗം മാറ്റി കൊടുക്കുകയല്ലേ ചെയ്തത്, അതിലിപ്പോൾ ഒരു ദോഷവും ഇല്ല. അത് ഒരു മനുഷ്യൻ്റെ രോഗങ്ങളെ നമുക്ക് ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് 10 25 അല്ലെങ്കിൽ 10 50 കൊല്ലം മുമ്പൊക്കെ ഇപ്പോൾ സൈക്കോസൊമാറ്റിക്, സൊമാറ്റിക് എന്ന രോഗങ്ങളെ 3ആയി വിഭജിച്ചിട്ട് ഇതിൽ സൈക്കിക്കായ രോഗങ്ങൾ മന്ത്രവാദം കൊണ്ടും ധ്യാനം കൊണ്ടും ജപം കൊണ്ടൊക്കെ മാറും. സൊമാറ്റിക് ആയത് മാറില്ല. സൊമാറ്റിക് ആയത് ഔഷധം, ശസ്ത്രക്രിയ തുടങ്ങിയവ കൊണ്ടേ മാറൂമെന്ന് നമ്മൾ തന്നെ പറയുമായിരുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷേ ശാസ്ത്ര ഗവേഷണങ്ങൾ വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ടുള്ള ശാസ്ത്ര ഗവേഷണങ്ങളുടെ പോക്കിനനുസരിച്ച് അന്തർഗ്രന്ഥി സ്രാവങ്ങളുടെ മാത്രമല്ല ശരീരത്തിലെ നാഡീപ്രവാഹങ്ങളുടെ ദിശ പോലും ചിന്ത കൊണ്ടും ധ്യാനം കൊണ്ടും ഏകാഗ്രത കൊണ്ടും മന്ത്രജപം കൊണ്ടും മാറ്റാൻ സാധിക്കുമെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയി നമ്മുടെ ജനതികമായിരിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഘടകങ്ങളെ മാറ്റുന്ന സംവിധാനത്തിൽ പോലും നമുക്ക് വ്യക്തമായ സ്വാധീനം ചിന്തകളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനന്ത സാധ്യതയാണ് പ്രാർത്ഥനകൾക്കുള്ളത്, അനന്ത സാധ്യതയാണ് ജപങ്ങൾക്കുള്ളത്, ധ്യാനങ്ങൾക്കുള്ളത്. അപ്പോൾ ദുർബലനായൊരു വ്യക്തിയുടെ മനസ്സിന് അത്രമാത്രം ജപത്തിലും ധ്യാനത്തിലൊന്നും ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ ദുർബലനായൊരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരാൾ ഞാൻ വളരെ പ്രബലനാണെന്നൊക്കെ കാണിച്ചിട്ട് ചില കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് നിൻ്റെ എല്ലാം ശരിയായിട്ടോ എന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അങ്ങോട്ട് ശരിയാവും. അത് മനസ്സിൻ്റെ ശക്തിയാണ്. അതിനൊന്നും വെറുതെ നിരസിക്കാൻ നിഷേധിക്കാൻ ആരും പോണ്ട. അപ്പം അതാണ് നമ്മുടെ അയൽക്കാരിക്ക് ഉണ്ടായ ഗുണം. അപ്പോൾ അതിനൊന്നും നിരസിക്കാൻ പോണ്ട. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പുണ്ടാവില്ലേ സ്വാമി? ധാരാളം ഉണ്ടാവും. അതിപ്പോൾ എന്തിൻ്റെ പേരിലാണ് തട്ടിപ്പില്ലാത്തത്? എല്ലാത്തിൻ്റെ പേരിലും തട്ടിപ്പുണ്ട്. ഞാൻ വലിയ ചികിത്സകനാണ്, എല്ലാം എൻ്റെ ഒറ്റമൂലി കൊണ്ട് ഞാൻ മാറ്റുമെന്നും പറഞ്ഞിട്ട് ചില ചികിത്സകന്മാരുണ്ട്. ഇന്നാളൊരു ചികിത്സകനെ പിടിച്ചപ്പോൾ ഇയാൾ ആസ്തമയ്ക്ക് ഒറ്റമൂലിൻ്റെ ആളാണ്. അപ്പോൾ അയാളെ പിടിച്ചു നോക്കിയപ്പോൾ അയാളുടെ ബാഗിൽ നിറയെ ഈ അസ്താലിൻ, ഡെറിഫിലിൻ ഒക്കെ സാധനങ്ങളുണ്ട്. അയാൾ അത് മറ്റേതിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു പൊടിയാണ് അയാൾ തരിക, ഒരു പൊടിപ്രയോഗമാണ്. അതാണ് അലോപ്പതിയൊക്കെ ഒഴിവാക്കിയിട്ട് അലോപ്പതിയുടെ എല്ലാ ദോഷങ്ങളെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ ഈ മരുന്നുകൊണ്ട് ആസ്തമ മാറുമെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ചെയ്യണ പരിപാടി എന്താ? അത് ഇതിൽ കലർത്തുക. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ? അല്ല. അതിൻ്റെ ശുദ്ധമായി ഔഷധങ്ങളെ പ്രയോഗിക്കുന്ന സിദ്ധന്മാരായ വൈദ്യന്മാരുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കി തീർക്കുന്ന ഗുണദോഷങ്ങളെ ഒരു ശാസ്ത്രത്തോട് ചേർത്ത് പറയാൻ പാടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഇവിടെ കുറേ കടലാസുകളുണ്ട്, തീരും എന്നൊന്നും പറയണില്ല. എവിടെ എത്തുമോ അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും നാളെ കൃത്യസമയത്തിന് ഒത്തുചേരാം. തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം